അപ്പോൾ നമുക്കറിയാം ഈ പുതിയ നിയമത്തിൽ ആദ്യം എഴുതപ്പെട്ടത് ലേഖനങ്ങളാണെന്ന് നമുക്കറിയാലോ അല്ലേ? സുവിശേഷങ്ങളല്ല, ആദ്യം എഴുതപ്പെട്ടത് ലേഖനങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഏറ്റവും ആദ്യം എഴുതപ്പെട്ടത് ഏതാണ്? തെസ്സലോനിക്കക്കാർക്കുള്ള ലേഖനമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, പൗലോസ്ലിഹായുടെ ലേഖനങ്ങൾ. അപ്പോൾ പൗലോസ്ലിഹായുടെ ലേഖനങ്ങളാണ് പുതിയ നിയമത്തിൽ ആദ്യം എഴുതപ്പെടുന്നത്. അതിനുശേഷമാണ് പതുക്കെ സുവിശേഷങ്ങളും മറ്റെഴുത്തുകളും ഒക്കെ വരുന്നത്. അപ്പോൾ പൗലോസ്ലിഹ എഴുതിക്കൊണ്ടിരുന്ന ഈ കാലയളവിൽ തന്നെ മറ്റു ചിലരും ലേഖനങ്ങൾ എഴുതി തുടങ്ങി. നമ്മൾ ലേഖനം എഴുത്തെന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. നമുക്ക് അതിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ നമുക്കറിയാം 7 ലേഖനങ്ങൾ പൗലോസ്ലിഹ എഴുതിയതല്ലാതെ 7 ലേഖനങ്ങളാണുള്ളത്. പൗലോസ്ലിഹ സ്ഥാപിച്ച പ്രത്യേക സഭകൾക്കാണ് എഴുതുന്നത് അല്ലേ? നമുക്കറിയാം ഓരോ സഭകൾ. റോമാക്കാർക്ക് എഴുതിയ അവിടെ റോമായിലെ സഭ സ്ഥാപിച്ചു, കോറിന്തോസിലെ സഭ സ്ഥാപിച്ചു, എന്നിട്ട് അവർക്ക് എഴുതുവാണ്. അപ്പോൾ ഇവിടെ ഈ 4 ശ്ലീഹന്മാര്, പിന്നീടുള്ള 7 ലേഖനത്തിന്റെ കർത്താക്കള്, അവര് എഴുതിയേക്കുന്നത് ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു സഭയെ ഉദ്ദേശിച്ചിട്ടല്ല. അവര് സാർവത്രിക സഭയെ ഉദ്ദേശിച്ചാണ് എഴുതിയത്. അവരെഴുതുന്ന കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മളുടെ ഈ യൂണിവേഴ്സൽ ചർച്ചിന് ഉപകാരപ്രദമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ലെറ്റേഴ്സിനെ നമ്മൾ സാർവത്രിക ലേഖനങ്ങൾ അല്ലെങ്കിൽ കാത്തലിക് എപ്പിസൽസ്, യൂണിവേഴ്സൽ ലെറ്റേഴ്സ് എന്നൊക്കെ വിളിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഓർക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ന്യൂ ടെസ്റ്റമെന്റിലേക്ക് അറിയാലോ, നമുക്ക് 4 മെയിൻ പാർട്സ് ആണുള്ളത്. 4 മെയിൻ ആയിട്ടുള്ള ഡിവിഷൻസ് ആണുള്ളത്. ഒന്ന് ഗോസ്പൽസ് ആണ് അല്ലേ, പിന്നെ ആക്ട്സ്, ലെറ്റേഴ്സ്, റെവലേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാധാരണഗതി കാണുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ജാണർ എന്ന് പറയുന്നത് എപ്പിസൽസ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമുക്ക് പെടുത്താം. അപ്പോൾ നമുക്കറിയാം, ഒരു ജാണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ടൈപ്പ് ലിറ്ററേച്ചർ ആണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഗോസ്പൽ ഉണ്ട്, അതൊരു പ്രത്യേക ടൈപ്പ് എഴുത്താണ് അല്ലേ. അപ്പോകാലിപ്റ്റിക് ഉണ്ട്, റെവലേഷന്റെ പുസ്തകം, അത് മറ്റൊരു തരത്തിലുള്ള എഴുത്തിന്റെ രീതിയാണ്. പ്രോഫസികളുണ്ട്, വിസ്റ്റം ഉണ്ട്, ഇതൊക്കെ ലാർജർ ടൈപ്സ് ഓഫ് ലിറ്ററേച്ചറാണ്. ഇനി ടെക്നിക്കൽ യൂസേജിലേക്ക് നമ്മൾ ഈ പദം ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് സ്മോളർ ലിറ്റററി യൂണിറ്റ്സിനെ കാണിക്കും. ഇപ്പോൾ നമ്മളൊരു ഗോസ്പൽ എടുത്താൽ തന്നെ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ചിലപ്പോൾ പ്രോവർബ് ഉണ്ടാകും, പാരബിൾസ് ഉണ്ടാകും, മിറക്കിൾ സ്റ്റോറീസ് ഉണ്ടാകും, ചിലപ്പോൾ പോയട്രിയുടെ ഒരു ശൈലി നമുക്ക് കാണാൻ പറ്റും, അങ്ങനെ. അപ്പോൾ അതെല്ലാം ചെറിയ ചെറിയ ലിറ്റററി യൂണിറ്റ്സ് ആണ്. അപ്പോൾ ജാൺറ എന്ന് പറയുമ്പോൾ ഈ വലുതും ചെറുതും ഒക്കെ ഇതിനകത്ത് പെടും എന്നുള്ളതാണ്. അതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഇപ്പം നമ്മൾ കാണുന്നത് ഇവിടെ ലിറ്റററി ജാൺറ എന്ന് പറയുന്നത് ലെറ്റേഴ്സിൻ്റെ ആണ്. അപ്പം നമ്മൾ പെട്ടെന്ന് ചിന്തിക്കണം, ഇത് ഏൻഷ്യൻ്റ് വേൾഡിലെ ഒരു ലെറ്ററാണ് അല്ലേ, ഒത്തിരി പഴയ പുരാതന കാലത്തെ ഒരു ലെറ്ററാണ്. ഈ കാലഘട്ടത്തിൽ പോലും ഗ്രീക്കുകാരും റോമക്കാരും യഹൂദരുമൊക്കെ ഈ ഒരു റെഗുലർ പാറ്റേണിൽ തന്നെയാണ് ലെറ്റേഴ്സ്. ഈവൺ ഇന്നത്തെ കാലത്തെ ലെറ്റേഴ്സും പണ്ട് നമ്മൾ എഴുതിക്കൊണ്ടിരുന്ന ലെറ്റേഴ്സും ഒക്കെ തമ്മിൽ ഒരു വലിയ വ്യത്യാസങ്ങളില്ല. അതിൻ്റെ ഗ്രീറ്റിങ്സ്, അതിൻ്റെ എൻഡിങ്സ്, അതിൻ്റെ ബോഡിയൊക്കെ വരുമ്പോഴത്തേനും അങ്ങനെ സ്ട്രക്ചറലി നോക്കുവാണെങ്കിൽ വലിയ വ്യത്യാസമില്ല. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരുപോലെ അത് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. സാഹചര്യത്തിനനുസരിച്ച് അതിൻ്റെ ട്യൂണും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടോണൊക്കെ മാറാറുണ്ടല്ലേ. ചിലത് ഫോർമൽ ആയിരിക്കും, ചിലത് ഇൻഫോർമൽ ആയിരിക്കും, അങ്ങനെ പലതരം ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ പ്രൈവറ്റ് ഉണ്ട്, ഡോക്യുമെൻ്ററി ടൈപ്പ് ഉണ്ട്. അത് പ്രൈവറ്റ് ലെറ്റേഴ്സ് ഒന്നും നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ ഉള്ളതല്ല അല്ലേ, അത് സൂക്ഷിച്ചു വെക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുമല്ല. പക്ഷെ ഒഫീഷ്യൽ ലെറ്റേഴ്സ് ആണെങ്കിലോ അത് നമ്മൾ സൂക്ഷിച്ചു വെക്കും അല്ലേ. അത് വെരി ഫോർമൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് നമ്മളെ കാണിക്കുന്നത്. ഇനി ലിറ്റററി ടൈപ്പ് ആണെങ്കിലോ അത് വായിക്കാനും പബ്ലിഷ് ചെയ്യാനൊക്കെ വേണ്ടി എഴുതപ്പെടുന്നതാണ്. ഇനി ഫങ്ഷണൽ കാറ്റഗറീസിലേക്ക് നോക്കിയാൽ ലെറ്റേഴ്സ് അല്ലെ, ഫ്രണ്ട്ഷിപ്പ് ലെറ്റേഴ്സ് ഉണ്ട്, നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ അയക്കുന്ന ലെറ്റേഴ്സ് ഉണ്ട്, ഫാമിലി ലെറ്റേഴ്സ് ഉണ്ട്, ഇനി ഒരു അഡ്വൈസോ അഡ്മോണിഷനോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള ലെറ്റേഴ്സ് ഉണ്ട്. ഇനി റെക്കമെൻഡേഷൻ ടൈപ്പ് ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ അക്യൂസിങ് ഓർ അപ്പോളജറ്റിക് അക്കൗണ്ടിങ് ലെറ്റേഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള ഫങ്ഷണലായിട്ട് നോക്കിയാൽ ഒത്തിരി തരത്തിലുള്ള ലെറ്റേഴ്സ് ഉണ്ട്. ഇനി ന്യൂ ടെസ്റ്റമെന്റിലെ ലെറ്റേഴ്സും നമ്മൾ ഇപ്പൊ ഈ നമ്മൾ പറയുന്ന ലെറ്റേഴ്സും ഏകദേശം ആ ഒരു കാലഘട്ടത്തിലെ കൺവെൻഷണൽ പാറ്റേണിനോട് ചേർന്ന് പോകുന്നതാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഓപ്പണിംഗ് സല്യൂട്ടേഷൻ കാണും, ഒരു പ്രെയർ, ബ്ലെസ്സിങ് ഓർ താങ്ക്സ് ഗിവിങ് നമ്മൾ കാണും.
എന്നിട്ട് പിന്നെ എന്തിനു വേണ്ടി എഴുതുന്ന അതിലേക്കുള്ള ശ്രദ്ധയാണ്. ദ ബോഡി ഓഫ് ദ ലെറ്റർ ആണ്. ആം, എന്താണ് ഈ ലെറ്റർ എഴുതാൻ കാരണമായത്, എന്തൊക്കെയാണ് അദ്ദേഹം അവർക്ക് നൽകുന്ന ഉപദേശങ്ങൾ, ഇതെല്ലാം ഈ ബോഡി ഓഫ് ദ ലെറ്ററിൽ കാണാം. പിന്നെ ഫൈനലി ഒരു ഗ്രീറ്റിംഗ്സും അതുപോലെ തന്നെ ഒരു ഫെയർവെല്ലും പറഞ്ഞിട്ട് നിർത്തുവാണ്. ഇങ്ങനത്തെ ഒരു കൺവെൻഷണൽ പാറ്റേൺ നമുക്ക് പുതിയ നിയമത്തിൻ്റെ ലെറ്റേഴ്സിലും കാണാം. പക്ഷെ ഇതെല്ലാ ലെറ്റേഴ്സിലും ഇതേപടി ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത് പല മോഡിഫിക്കേഷൻസ് വരാം. ഈ മോഡിഫിക്കേഷൻസ് ഒരു സിഗ്നിഫിക്കൻ്റ് ക്ലൂ ആണ് നമുക്ക് ഇതിൻ്റെ മെസ്സേജ് എന്താണെന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ ഓൾട്ടറേഷൻ വരുത്തുന്നുണ്ടെങ്കിൽ, വളരെ ദേഷ്യപ്പെട്ട് എഴുതുന്ന പൗലോസ്ലീഹ വളരെ ദേഷ്യപ്പെട്ട് എഴുതുന്ന ഒരു കത്തിൽ അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി എഴുതുന്ന കത്തിലെ എല്ലാ കൺവെൻഷണൽ പാറ്റേഴ്സും ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അവർക്ക് ആശംസയൊന്നും വേണ്ട വിധത്തിൽ കൊടുത്തില്ലെന്ന് വരും, ബ്ലെസ്സിങ് കൊടുത്തില്ലെന്ന് വരും, അവരോട് താങ്ക്സ് പറയണമെന്ന് നിർബന്ധമില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ഓൾട്ടറേഷൻ ഉണ്ടെങ്കിൽ, ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് ആ മെസ്സേജിലെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട്, അല്ലെങ്കിൽ ആ മെസ്സേജ് വെച്ച് നോക്കുമ്പോൾ ആ ചേഞ്ച് ഓക്കെയാണ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഓൾട്ടറേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ മെസ്സേജ് എന്തെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ക്ലൂ ആണ് നമുക്ക്. ഇപ്പൊ ഇവിടെ നമുക്കറിയാം പുതിയ നിയമത്തിലെ ഈ 7 പുസ്തകങ്ങളും, ഇത് നമ്മൾ പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് കാത്തലിക് എന്നൊക്കെ ഉള്ളത്, 7 പുസ്തകങ്ങളും ലെറ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പെടുന്നത്. അപ്പൊ ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എന്താണ് ലെറ്റർ? ഇനിയിപ്പോൾ ഞാൻ എല്ലാത്തിലും ഇതാണ് അതിൻ്റെ ഇൻട്രൊഡക്ടറി ഫോർമുല, ഇതാണ് താങ്ക്സ് ഗിവിങ്, അങ്ങനെ പറയണ്ട. നിങ്ങൾ എടുത്ത് നിങ്ങളുടെ കയ്യിൽ വിശുദ്ധ ഗ്രന്ഥം ഉണ്ടെങ്കിൽ യാക്കോബിന്റെ ലേഖനം മുതൽ എടുത്തു നോക്കുക. ആദ്യത്തെ വാക്കുകളിൽ തന്നെ പറയുന്നുണ്ടാകും ആരായിരിക്കും എഴുതുന്നത്, ആർക്കാണ് എഴുതുന്നത്, അവർക്കുള്ള ഗ്രീറ്റിംഗ്സ് എന്താണ് എന്നൊക്കെ ഉള്ളത് ആദ്യം തന്നെ ഉണ്ടാകും. അവസാനത്തെ അധ്യായം എടുത്ത് നോക്കിയാൽ ഇതെങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ളതെല്ലാം നമുക്ക് ദ മെസ്സേജ് ആണ്, അതാണ് മെയിൻ പാർട്ട് ഓഫ് ഈ ലെറ്റർ ആണ്. അത്രയും ഇവിടെ മനസ്സിലാക്കാനുള്ളൂ നമ്മൾ. ഇനി നമ്മൾ ലെറ്റേഴ്സിലേക്ക് പെട്ടെന്ന് കടക്കുവാണ്. യാക്കോബ് എഴുതിയ ലേഖനമാണ് ഒന്നാമതായിട്ടുള്ളത് അല്ലേ. വിശുദ്ധ യാക്കോബ് ആരാണ് അല്ലേ? ഈ ലേഖനകർത്താവ് പറയുന്നത്, നിങ്ങൾ അതിൻ്റെ ഒന്നാമത്തെ വാക്യം എടുത്തു നോക്കിയാൽ മനസ്സിലാകും. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെയും ദാസനായ യാക്കോബ് എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെയും ദാസനായ യാക്കോബ്. ഇപ്പൊ ഏത് യാക്കോബാണിതെന്നുള്ള ചോദ്യമാണ് ആദ്യം. കാരണം ഓദർ ആരാണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് ഈ മെസ്സേജിന്റെ പ്രത്യേകതകളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഏത് യാക്കോബാണ്? നമ്മള് ഈശോയുടെ ശിഷ്യഗണത്തില് യാക്കോബ്, 2 യാക്കോബിനെ കാണുന്നുണ്ടല്ലേ. ഇനി നമ്മുടെ കർത്താവിന്റെ സഹോദരൻ എന്നറിയപ്പെടുകയും ജെറുസലേം സഭയുടെ 2ാമത്തെ തലവനുമാണ് യാക്കോബ്. അപ്പോൾ ശിഷ്യഗണത്തിൽ പെടുന്ന യാക്കോബ് അല്ല ഇത്, മറിച്ച് കർത്താവിന്റെ സഹോദരൻ. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ കാണും അല്ലേ, മാതാവും ഈശോയുടെ സഹോദരന്മാരും വന്ന് ഈശോയെ ബലമായി പിടിച്ചു കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവര് അങ്ങനെ കുറച്ച് പേരെ അവിടെ നെയിം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഉള്ള ഒരാളാണ് യാക്കോബ്. അപ്പോൾ നമ്മുടെ കർത്താവിന്റെ സഹോദരൻ എന്നറിയപ്പെടുകയും ഈശോയുടെ മരണശേഷം, ഉത്ഥാനത്തിന് ശേഷം ജെറുസലേം സഭയുടെ 2ാമത്തെ തലവനുമായ ആളാണ് ഈ യാക്കോബ്, ഈ ഒരു ലേഖനത്തിന്റെ കർത്താവെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന, അല്ലെ പാരമ്പര്യം മനസ്സിലാക്കുന്നത്. ഇപ്പൊ ജെറൂസലേം കൗൺസിൽ, സഭയുടെ ആദ്യത്തെ കൗൺസിൽ എന്നൊക്കെ പറയാവുന്ന കൗൺസിലിനൊക്കെ നേതൃത്വം നൽകിയത് ഈ യാക്കോബ് ശ്ലീഹായാണ്. ജോസഫുസ് യഹൂദ ചരിത്രകാരനാണ്, നമുക്കറിയാം. അദ്ദേഹം പറയുന്നത് യാക്കോബ് AD 62 കൂടി രക്തസാക്ഷിത്വം വരിച്ചു എന്നാണ്. AD 62 കൂടെ. പക്ഷെ ഹെഗേസിപ്പൂസ് എന്ന് പറയുന്ന ചരിത്രകാരൻ പറയുന്നത് AD 67 എങ്ങനെയാണേലും ഈ ലേഖനം ഇദ്ദേഹത്തിന്റെ മരണത്തിനു മുമ്പ് എഴുതപ്പെട്ടിരിക്കുക. അപ്പൊ ഏകദേശം ഒരു 60കളിൽ ഇത് എഴുതപ്പെട്ടിരിക്കാമെന്നാണ് ട്രഡീഷൻ നമ്മളോട് പറയുന്ന, അല്ലെങ്കിൽ പണ്ഡിതര് നമ്മളോട് പറയുന്നത്. അപ്പൊ ആരാണ് ലേഖനകർത്താവ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ. ഈശോയുടെ ശിഷ്യഗണത്തിൽ പെടുന്ന യാക്കോബുമാരല്ല, മറിച്ച് ഈശോയുടെ സഹോദരൻ എന്ന് അറിയപ്പെടുന്ന യാക്കോബാണ് ഈ ലേഖനത്തിന്റെ കർത്താവ് എന്നാണ് പാരമ്പര്യം പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത്. ഇനിയുള്ളത് ഇതിനകത്ത് ആരെയാണ് അഭിസംബോധന ചെയ്യുന്നതെന്നുള്ളതാണ്. ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത്? നിങ്ങൾ എടുത്തു നോക്കിയാൽ, വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആരെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം 12 ഗോത്രങ്ങളെയാണ് യാക്കോബ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പൊ യാക്കോബ് ശ്ലീഹ 12 ഗോത്രങ്ങളെയാണ്. പക്ഷെ ഈ കാലത്ത് 12 ഗോത്രങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം ഈ ഗോത്രങ്ങൾ അങ്ങനെ നിലനിൽക്കുന്ന സമയം
അല്ല, അല്ലേ? നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത് പോലെ അത്ര ശക്തമായിട്ട് ഈ ഗോത്രങ്ങൾ നിലനിൽക്കുന്ന സമയമുള്ള. പക്ഷെ എന്തായിരിക്കും ഈ 12 ഗോത്രങ്ങൾ എന്ന് പറയുന്നത്? അപ്പൊ ഈ 12 ഗോത്രങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഇങ്ങനെ പറയുന്നത്, വിജാതിയരുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കെന്നാണ്, അല്ലേ? അപ്പൊ ഇവിടെ ഈ 12 ഗോത്രങ്ങൾ അക്രൈസ്തവ, നമുക്കറിയാം ഇവര് ഈ പാലസ്തീനായിൽ നിന്നും പ്രവാസികളായി പോയവര്. അപ്പൊ അക്രൈസ്തവരായ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന, എൻ്റെ സ്ലൈഡിൽ ക്രൈസ്തവർ എന്നാണ് കിടക്കുന്നത്, അക്രൈസ്തവരാണ് കേട്ടോ. അക്രൈസ്തവരായ ജനതകൾക്കിടയിൽ ജീവിക്കുന്ന ലോകമെമ്പാടുമുള്ള വിശ്വാസികളെയാണ് ഈ 12 ഗോത്രങ്ങൾ കൊണ്ടിവിടെ വിശുദ്ധ യാക്കോബ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 12 ഗോത്രങ്ങൾക്കെന്ന് പറയുമ്പോൾ ലോകമെമ്പാടും ചിതറിക്കിടക്കുന്ന ക്രൈസ്തവ വിശ്വാസികളെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചുരുക്കം. നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു ലേഖന ഘടനയൊന്ന് മനസ്സിലാക്കാം. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ തന്നേക്കുന്നത് നിങ്ങളുടെ മലയാള പുസ്തകത്തിലുള്ള തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 8 എടുക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു പുസ്തകത്തിന്റെ മുഴുവൻ കണ്ടന്റും കിട്ടും. നിങ്ങൾ നോക്കിയാൽ ഇവിടെ എ എ എ പ്രൈം, അതായത് നിങ്ങൾ ഇതിങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു കാസ്റ്റിക് സ്ട്രക്ചർ എന്ന് പറയും. കാസ്റ്റിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ പാദം, ഏറ്റവും അവസാനത്തെ പാദം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആശയം ആ ഒരു യൂണിറ്റിൻ്റെ, നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ ആ യൂണിറ്റ് ഏറ്റവും അവസാനത്തെ ആശയവുമായിട്ട് ഒരു സാദൃശ്യം ഉണ്ടാകും. ഒന്നാമത്തെ ആശയം, ഏറ്റവും അവസാനത്തെ ആശയം, രണ്ടാമത്തെ ആശയം, ഏറ്റവും അവസാനത്തിന് തൊട്ട് മുമ്പുള്ള ആശയം, അങ്ങനെ വന്ന് ഇതിൻ്റെ ഒരു മധ്യഭാഗത്തായിട്ടായിരിക്കും നമുക്കിതിൻ്റെ മെയിൻ മെസ്സേജ് കിട്ടുന്നത്, അല്ലെങ്കിൽ ത്രസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എ, നിങ്ങൾ ഏറ്റവും അടിയിലേക്ക് നോക്കിയാൽ എ പ്രൈം കാണാം, ബി പ്രൈം, സി പ്രൈം, ആൻഡ് ദെൻ നമ്മൾക്കത് മെയിൻ മെസ്സേജ് ആണ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് വിശ്വാസത്തിൽ ഉണ്ടാകുന്ന പരീക്ഷകളെ പറ്റിയാണ് പറയുന്നത്. എ പ്രൈം എന്ന് പറയുന്നത് വിശ്വാസ ജീവിതത്തെ കുറിച്ചിട്ടുള്ളതാണ്. ബി എന്ന് പറയുന്നത് വിശ്വാസത്തിലെ ഇരട്ടത്താപ്പ്, നമ്മളുടെ വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരമാണ് അവിടെ കാണിക്കുന്നത്. ബി പ്രൈമിൽ നോക്കിക്കേ, വചനവുമായി ബന്ധപ്പെട്ട ഇരട്ടത്താപ്പ്. അപ്പൊ ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന ഒരു ഐഡിയ ആയിട്ട് ഇത് കണക്റ്റഡ് ആണ്, അല്ലേ? ഇനി സിയും സി പ്രൈമും നോക്കിക്കേ, ജീവന്റെ കിരീടത്തെക്കുറിച്ചുള്ള വാഗ്ദാനമാണ്. സി പ്രൈം എന്ന് പറയുന്നത് രക്ഷാകരമായ വചനത്തെ കുറിച്ചിട്ടുള്ളതാണ്. ഇനി അതിന്റെ മെയിൻ ആയിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത് 1:17-18 കിടപ്പുണ്ട്. സത്യത്തിന്റെ വചനത്തിലൂടെ വിശ്വാസ ജീവിതത്തിലേക്ക്, സത്യത്തിന്റെ വചനത്തിലൂടെ വിശ്വാസ ജീവിതത്തിലേക്ക്. ഞാനിവിടെ ഇംഗ്ലീഷിൽ നിന്ന് എടുത്തു വെച്ച് നോക്കിയാൽ നമുക്ക് ഇതിന്റെ കണ്ടന്റ് മുഴുവനും കിട്ടും. കണ്ടന്റ് മുഴുവൻ നമുക്കറിയാം. ഒന്നാമത്തത് ഒന്നാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അത് ആദ്യം ഗ്രീറ്റിംഗ്സ് ആണ്. ഗ്രീറ്റിംഗ്സ്, അല്ലേ? നിങ്ങൾ എടുത്തു നോക്കിയാൽ ആ ഗ്രീറ്റിംഗ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാവും. രണ്ടാമതെന്ന് പറയുന്നത് ഓവർവ്യൂ ഓഫ് കീ തീംസ്. ഈ 1 മുതൽ 1:27 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഈ വരുന്ന 5 അധ്യായങ്ങളുടെ ഒരു കണ്ടന്റ് എന്തൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നതിന് മുഴുവനും ഈ ഒരു ആദ്യത്തെ ഭാഗത്ത് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നതാണ്. വളരെ നല്ല എഴുത്ത് രീതിയാണത്, അല്ലേ? നമുക്ക് തുടക്കത്തിൽ തന്നെ എന്താ നമ്മൾ കാണാൻ പോകുന്നതെന്ന് നമുക്ക് കിട്ടും. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതല്ലേ ഉള്ളൂ, തിയോളജിക്കൽ മെത്തഡോളജി ഒക്കെ, അല്ലേ? എഴുത്ത് രീതികളിലെ മനോഹാരിത. ഇപ്പം ഇവിടെ നോക്കിയാൽ ആദ്യം തന്നെ എല്ലാ കീ തീംസും ഇവിടെ തന്നേക്കുവാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്തു വെച്ചേക്കുവാണ്. ഇനി ബോഡി ഓഫ് ദി ലെറ്ററിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ, അതാ ഞാൻ പറഞ്ഞ നമുക്ക് മെയിൻ ആയിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഒന്ന്, റിച്ച് ആൻഡ് ദ പുവർ ആണ്. ഫെയ്ത്തും വർക്ക്സും, വിശ്വാസവും പ്രവൃത്തി, നാവ് വഴി ചെയ്യുന്ന പാപങ്ങള്, ട്രൂ വിസ്റ്റം ആൻഡ് ഫോൾസ് വിസ്റ്റം, അതുപോലെ തന്നെ കോസ് ഓഫ് സ്ട്രൈഫ് ആൻഡ് ഇൻ ഫൈറ്റിംഗ്, പരസ്പരമുള്ള വഴക്കുകളെ പറ്റിയുള്ളതാണ്. അതുപോലെ അഹങ്കാരികളോടും സമ്പന്നരോടുമുള്ള അവർക്കുള്ള വാർണിങ്സ് ആണ് പിന്നീട് വരുന്നത്. 7, നമ്മളുടെ ട്രയലുകളിലുള്ള നമ്മളുടെ പേഷ്യൻസ് ആണ്, ക്ഷമയാണ്. പിന്നെ 8-മത്തത് പവർ ഓഫ് പ്രെയർ ആണ്, പ്രാർത്ഥനയുടെ ശക്തി. 9-മത്തത് ദ പവർ ഓഫ് ഇവാഞ്ചലിസം, ഒരാളെ വിശ്വാസത്തിലേക്ക്, തെറ്റിപ്പോയ ഒരാളെ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നവൻ തൻ്റെ ആത്മാവിനെ നിത്യശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇത് അവസാനിക്കുന്നത്. അപ്പൊ നോക്കി, ഈ യാക്കോബിന്റെ ലേഖനം എന്ന് പറയുന്നത് ശരിക്കും ക്രൈസ്തവ ജീവിതത്തിന്റെ ധാർമ്മികമായ വശത്തെ പറ്റിയുള്ളൊരു ചിന്തയാണ്. ക്രൈസ്തവ ജീവിതത്തിന്റെ എത്തിക്സ്, ധാർമ്മികതയെ പറ്റിയുള്ള ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ ധാർമ്മികതയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു
ലേഖനമാണ്. ഇതിന്റെ ഘടന കണ്ടോ? ഇത് നമ്മൾ പറഞ്ഞു. സത്യത്തിന്റെ വചനത്തിലൂടെ പുതിയൊരു ജീവിതത്തിലേക്ക് ഉള്ള ജനനമാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്കുണ്ടാകുന്ന വിവിധ പരീക്ഷണങ്ങളോ, നമ്മൾ ഓർക്കണം, ഈ ലേഖനമൊക്കെ എഴുതുന്ന കാലഘട്ടം അത്ര എളുപ്പമുള്ള ഒരു കാലഘട്ടമല്ല. ആദ്യത്തെ തലമുറ ഇങ്ങനെ പോയി തീരാൻ തുടങ്ങുന്ന ഒരു കാലം, ഈശോ കൂടെ ഇല്ലാത്ത കാലം, മറ്റുള്ളവർക്ക് തങ്ങളുടെ വിശ്വാസത്തെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കേണ്ട കാലം, പലരും സഭയെ പുറത്തുനിന്ന് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ അറ്റാക്ക് ചെയ്യുന്ന കാലം. അപ്പൊ അതുകൊണ്ടാണ് വിവിധങ്ങളായ പരീക്ഷകൾ എന്താണ് വിശ്വാസത്തിന്റെ മാറ്റി തെളിയിക്കുന്നതിനുള്ള അവസരങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പൊ ജീവന്റെ കിരീടം പ്രാപിക്കുന്നതിന് സഹായകമായ മനോഭാവങ്ങളും മാർഗങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് നിർദ്ദേശിച്ചു തരുന്നത്. അപ്പൊ വചനാധിഷ്ഠിതമായ ജീവിതത്തിലൂടെ വിവിധങ്ങളായ പരീക്ഷണങ്ങളെ അഭിമുഖീകരിച്ച് ജീവന്റെ കിരീടം നേടുന്നതിനെ കുറിച്ചിട്ടാണ് യാക്കോബിന്റെ ലേഖനത്തില് നമ്മൾ കാണുന്നത്. ഇപ്പൊ പഴയ നിയമത്തില് പ്രഭാഷകനും പുതിയ നിയമത്തിൽ പൗലോസ്ലിഹായും ഒക്കെ അവലംബിക്കുന്ന ഒരു ധാർമ്മിക ഉപദേശ ശൈലിയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ പരേനിസിസ് എന്ന് പറയും. ഒരു ധാർമ്മികമായ എത്തിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മളുടെ വിശുദ്ധ യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, നല്ല എഴുത്തുകാരനാണ് ഈ വിശുദ്ധ യാക്കോബ്. അപ്പം മനോഹരമായ ഒരു ഗ്രീക്ക് ഭാഷയാണ് നമ്മൾ ഈ ലേഖനത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ യഹൂദ ക്രൈസ്തവ പശ്ചാത്തലവും നമുക്ക് ഈ ലേഖനത്തിൽ വളരെ പ്രത്യേകമായിട്ട് കാണാം. അപ്പൊ ഇവിടെ നമ്മൾ ഒന്നാമത്തെ വാക്യം ഒന്ന് നോക്കുകയാണ്. ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ്. ഈ എല്ലാ ലേഖനങ്ങളിലും ഈ എഴുത്തുകാർ അവലംബിക്കുന്ന ഒരു 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 തങ്ങളെ തന്നെ അഡ്രസ്സ് ചെയ്യാൻ അവർ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ദാസൻ, കർത്താവിന്റെ ദാസൻ, ദൈവത്തിന്റെ ദാസൻ, യേശുക്രിസ്തുവിന്റെ ദാസൻ എന്ന് പറയുന്നത്. അവരൊരിക്കലും അവരാരാണെന്ന്, അല്ലെങ്കിൽ കർത്താവിന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ ഇവിടെ യാക്കോബിന്റെ ലേഖനമുണ്ട്, ഏറ്റവും അവസാനത്തിൽ നമുക്ക് വിശുദ്ധ യൂദായുടെ ലേഖനമുണ്ട്. അപ്പൊ അതിനകത്തൊന്നും അവർ കർത്താവിന്റെ സഹോദരനാണെന്ന് ഒരിക്കലും പറയുന്നില്ല. അത് അവരുടെ എളിമയെ, കാരണം ഈശോ ജീവിച്ച കാലത്ത് ഈശോയെ മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് ഈശോയുടെ സഹോദരങ്ങൾ. ഇത് ഈശോയുടെ ഉത്ഥാനശേഷം മാത്രമാണ് ഈ ഈശോയുടെ സഹോദരന്മാർ ഈശോയെ പ്രഘോഷിക്കാൻ തുടങ്ങുന്നത്, അവർ വിശ്വസിക്കാൻ തുടങ്ങുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവരൊരിക്കലും അവരെ സഹോദരൻ എന്ന് വിളിച്ച ആ അധികാര ശ്രേണിയിലേക്ക് അവരെ കയറ്റി നിർത്താറില്ല. മറിച്ച് ദാസനാണ്. ഈ ദാസൻ എന്ന് പറയുന്ന വാക്ക് അടിമയുടെ പദമാണ്. ഗ്രീക്കിലെ അടിമ, ദൂലോസ് എന്ന് പറയുന്ന ഒരു പദമാണ് ഇവരെപ്പോഴും ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും താഴ്ത്തിയാണ് അവർ തങ്ങളെ കാണുന്നത്. എന്നിട്ട് വിജാതിയരുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് എഴുതുന്നത് നിങ്ങൾക്ക് അഭിവാദനം, ഗ്രീറ്റിംഗ്സ് ആയി അല്ലേ. അപ്പോൾ ആരാണ് എഴുതുന്നത്, ആർക്കാണ് എഴുതുന്നത്, അവർക്കുള്ള ഗ്രീറ്റിംഗ്സ്. ഇത് മൂന്നും സാധാരണഗതിയിൽ ഒരു ലേഖനത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ ദൈവദാസർ എന്ന് പറയുന്നത് ശരിക്കും പഴയ നിയമത്തില് ദൈവ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരെ, സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ദൈവദാസൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, പാലസ്തീനായ്ക്ക് വെളിയിൽ പാർത്തിരുന്ന യഹൂദരാണ് ഈ ചിതറി പാർക്കുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 12 ഗോത്രങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇസ്രായേലിനെ മുഴുവനും എന്നല്ല, ക്രൈസ്തവർ മുഴുവനും, പ്രവാസികളായി ജീവിക്കുന്ന മുഴുവൻ ക്രൈസ്തവരെയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ഇതിനകത്തെ 1-2 പ്രത്യേകമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നമ്മൾ കടന്നു പോകും. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഈ യാക്കോബിന്റെ ലേഖനത്തെ മറ്റെല്ലാ ലേഖനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും യാക്കോബിന്റെ ലേഖനത്തെ ഒത്തിരി ചോദ്യം ചെയ്തതും പ്രൊട്ടസ്റ്റന്റ് സർക്കിളിൽ നിന്ന് യാക്കോബിന്റെ ലേഖനത്തെ മാറ്റിവെച്ചതുമായ ഒരു വസ്തുതയാണ് വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധം, അല്ലേ. അപ്പോൾ നമ്മൾ പറയും, യാക്കോബ് പറയും, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. ഇപ്പം നീതീകരണം എന്ന് പറയുന്നത് എന്തുമാത്രമല്ല, വിശ്വാസം മാത്രമല്ല. നമ്മൾ പൗലോസ്ലിഹയുടെ ലേഖനങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ പൗലോസ്ലിഹ ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും പൗലോസ്ലിഹ പറയുന്നത് വിശ്വാസം വഴി ഒരുവൻ നീതീകരിക്കപ്പെടുവാണെന്ന്. പക്ഷെ യാക്കോബ് ഇവിടെ അതിനെ തിരുത്തുന്നത് പോലെ പറയാണ്, വിശ്വാസം മാത്രം പോരാ, വിശ്വാസവും പ്രവൃത്തിയും വേണം. എന്തിന്? നീതീകരണത്തിന്. ക്രിസ്തുവിലുള്ള നീതീകരണത്തിന് നമുക്ക് വിശ്വാസവും പ്രവൃത്തിയും വേണം. ഇതിനെക്കുറിച്ചിട്ടുള്ള കുറേ അണ്ടർസ്റ്റാൻഡിങ്ങുകളാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കലുകളാണ് ഈ വിശുദ്ധ യാക്കോബ് നമുക്ക് ഈ ലേഖനത്തിൽ തരുന്നത്, അല്ലേ.
ഓക്കെ. ഒരുപക്ഷെ ഈ ഒരു ലേഖനത്തിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അല്ലേ. മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് വർക്ക്സ് ആണ്. വർക്ക്സ് ഇവിടെ ഗുഡ് വർക്ക്സ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ നിന്നും വെറും മോറൽ വർക്ക്സിനേക്കാളും വിശ്വാസത്തിൽ നിന്നും ഉത്ഭൂതമാകുന്ന വർക്കുകളാണ്, പ്രവൃത്തികളാണ്. ഇനി രണ്ടാമത്തത് ഫെയ്ത്ത് ആണ് അല്ലേ. ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കുള്ള നമ്മളുടെ വിശ്വാസമാണ്. പക്ഷേ ഇത് മാത്രം പോരാ സാൽവേഷന്, അതാണ് പറയുന്നത്. ഇപ്പൊ ജസ്റ്റിഫിക്കേഷന്, അതായത് നീതീകരണത്തിന് ഫെയ്ത്ത് മാത്രം പോരാ എന്നാണ് പറയുന്നത്, മറിച്ച് വർക്ക്സും കൂടെ വേണമെന്നുള്ള. ഇതിന് കുറച്ച് ഉദാഹരണങ്ങൾ ഈ യാക്കോബിന്റെ ലേഖനം തരുന്നുണ്ട്. ഒന്നാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ഫെയ്ത്ത് അലോൺ, വിശ്വാസം മാത്രം പോരാന്ന് പറയുന്നതിനാ കേട്ടോ. ഒന്നാമത്തത് ഇദ്ദേഹം പറയുന്നതാണ്, ഈ ഡീമൻസ് പോലും, അതായത് സാത്താൻ പോലും ആരിൽ വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടല്ലേ. നീ സത്യമായും ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുന്നുണ്ട് ഈ പിശാചുക്കളെ ഈശോ ബഹിഷ്കരിക്കുമ്പോൾ അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത് ഈശോയിൽ ആരെ അവർ കാണുന്നുണ്ട്? ദൈവത്തെ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു വിശ്വാസമാണ്. അങ്ങനെയാണെങ്കിൽ അവർ നീതീകരിക്കപ്പെടണ്ടേ അല്ലേ. അതാണ് ഇവിടെ ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് നോക്കിക്കേ, എബ്രഹാംസ് ഫെയ്ത്ത് ആൻഡ് വർക്ക്സ് ആണ്. അബ്രാഹത്തിന്റെ വിശ്വാസവും പ്രവൃത്തി. അപ്പോൾ നമ്മൾ കാണും, അബ്രാഹം പ്രവൃത്തികളാലാണോ വിശ്വാസത്താലാണോ നീതീകരിക്കപ്പെട്ടത് അല്ലേ. അബ്രാഹം വിശ്വാസത്തെ മാത്രമല്ല പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു. അതിനുവേണ്ടി കൊണ്ടുവരുന്നതാണ് ഇസഹാക്കിനെ ബലി കഴിക്കുന്ന സംഭവം. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെ ആയിരിക്കണം? ആക്റ്റീവ് അലോങ് വിത്ത് വർക്ക്സ് എന്നാണ് പറയുന്നത്. ഈ പ്രവൃത്തിയും കൂടെ കൂടി ഉള്ളതാണ് ശരിക്കുമുള്ള ഫെയ്ത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം എന്തിൽ പെർഫെക്റ്റ് ചെയ്യപ്പെടുന്നു, എന്തിൽ പൂർണ്ണത പ്രാപിക്കുന്നു? നമ്മളുടെ വർക്ക്സുകളിൽ. വർക്ക്സും പ്രവൃത്തി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ വൈഡർ ആയിട്ടുള്ള ഒരു നോഷൻ കൊണ്ടുവരണം. നമ്മൾ സിംപ്ലി ചെയ്യുന്ന ഇങ്ങനെ എന്നും ചെയ്യുന്ന പ്രവൃത്തികൾ എന്നതുള്ളതല്ല, വിശ്വാസത്തിൽ നിന്നും ഉത്ഭൂതമാകുന്ന പ്രവൃത്തി. അത് ധാർമ്മികമായ ഒരു ജീവിതത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അല്ലേ. ഇനി തേർഡ് എക്സാമ്പിൾ ആണ് റാഹബ് ദ പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ലേ. റാഹബ് നമ്മൾ ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ കാണും, ജോഷു അയച്ച സ്പൈ വർക്കേഴ്സിനെ, ചാരന്മാരെ സ്വീകരിക്കുകയും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തവളാണ് ഈ റാഹാബ് എന്ന് പറയുന്നത് അല്ലേ. അവള് എങ്ങനെ നീതീകരിക്കപ്പെട്ടു? അവളുടെ പ്രവൃത്തി വഴി നീതീകരിക്കപ്പെട്ടു. ഇനി നാലാമത്തെ എക്സാമ്പിൾ ഒരു ആന്ത്രപ്പോളജിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. ആന്ത്രപ്പോളജി എന്ന് പറയുമ്പോൾ ഹ്യൂമൻ പേഴ്സൺസിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് എടുക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. നമുക്കറിയാം, നമ്മളുടെ ശരീരം, അതിൽ ആത്മാവില്ലെങ്കിൽ, അതിനകത്ത് സ്പിരിറ്റ് ഇല്ലെങ്കിൽ അത് നിർജീവമാകും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വിശ്വാസമില്ലാത്ത പ്രവൃത്തിയും നിർജീവമാണെന്ന് നമ്മളുടെ യാക്കോബ് ശ്ലീഹ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇത് ഒരു മെയിൻ പോയിന്റ് ആണ് യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തെ മറ്റ് ലേഖനങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നതായ ഒരു പോയിന്റ് കൂടിയാണിത്. മറ്റ് ലേഖനങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ഇത്രമാത്രം ഈ പ്രവൃത്തിയെ, വിശ്വാസത്തിൽ നിന്നും വരണ്ടുന്ന പ്രവൃത്തികളെ, ധാർമ്മികമായ ജീവിതത്തെ ഇങ്ങനെ അടിവരയിടുന്ന ഒരു ലെറ്ററാണ്. മറ്റുള്ളവയിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു കൂദാശയുടെ വളരെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ നമ്മളിവിടെ കാണുവാണ്. പ്രെയർ ഫോർ ആൻ അനോയിന്റിങ് ഓഫ് ദ സിക്ക് അല്ലേ. നമ്മൾ രോഗീലേപനം എന്ന് പറയുന്ന കൂദാശ, അത് നമ്മൾ കാണുന്നത് യാക്കോബിന്റെ ലേഖനത്തിൽ 5-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിലാണ് അല്ലേ. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഭാഗമാണ് ശരിക്കും നമുക്ക് രോഗീലേപനത്തിന്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് നമ്മൾ കാണുന്നത് അല്ലേ. നിങ്ങൾ സഫർ ചെയ്യുന്നവരാണെങ്കിൽ പ്രാർത്ഥിക്കാൻ പറയും, ചിയർഫുൾ ആണെങ്കിൽ സ്തുതിഗീതങ്ങൾ ആലപിക്കാൻ പറയും, രോഗിയാണെങ്കിൽ പ്രാർത്ഥിക്കാൻ പറയും, അനോയിന്റിങ് ചെയ്യാൻ പറയുന്ന ഒരു ഭാഗമാണ്. അതിൻ്റെ അകത്തേക്ക് ഒത്തിരി കടന്നു പോകുന്നില്ല, നിങ്ങളത് പിന്നെ വായിച്ചാൽ മതി. അപ്പം നമുക്കറിയാം, ഇതൊരു സാക്രമെന്റൽ പവറാണ്. ഈ രോഗിലേപനത്തിൽ കിട്ടുന്ന ഹീലിംഗ് ഓർ പവർ ഓഫ് ഫോർഗിവിങ്, ക്ഷമിക്കാനൊക്കെയുള്ള കഴിവെന്ന് പറയുന്നത് ഒരു സാക്രമെന്റൽ പവറിൽ നിന്ന് വരുന്നത് അല്ലേ. ഇത് ക്രിസ്തുവിന്റെ ബോഡിയിൽ നിന്ന് വൈദികരുടെ ശുശ്രൂഷയിലൂടെ ആ വ്യക്തിയിലേക്ക് നിർഗളിക്കുന്നതാണ്. ഇപ്പൊ കൗൺസിൽ ഓഫ് ട്രെൻഡ് ഇതിനെ ഇങ്ങനെ എക്സ്ട്രീം അങ്ഷൻ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ അതിനെ കറക്റ്റ് ചെയ്തിട്ട് അനോയിന്റിങ് ദ സിക്ക് എന്നൊക്കെ വിളിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് 2-ാം വത്തിക്കാൻ കൗൺസിൽ ആകുമ്പോഴത്തേനും ആ ഒരു എക്സ്ട്രീം അങ്ഷൻ എന്നൊക്കെ പറയുന്ന ആ ഇത് മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഈ മരണത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു കൂദാശയായിട്ടൊക്കെ കാണുന്ന ആ ഒരു കാഴ്ചപ്പാടൊക്കെ മാറി.
അപ്പൊ ഇവിടെ പറയും ഒരു അപ്രോപ്രിയേറ്റ് ടൈം നമുക്ക് ഈ സാക്രമെന്റ് സ്വീകരിക്കാനായി എന്ന് തോന്നുമ്പോൾ നമുക്ക് കൊടുക്കാന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ പറയുന്ന നോക്കിയേ, ഞാൻ ഇംഗ്ലീഷിൽ അത് വായിക്കുവാണേ. ഇറ്റ് ഈസ് നോട്ട് എ സാക്രമെന്റ് ഫോർ ദോസ് ഓൺലി ഹു ആർ അറ്റ് ദ പോയിന്റ് ഓഫ് ഡെത്ത്. ഹെൻസ് ആസ് സൂൺ ആസ് any one of the faithful begins to be in danger of death from sickness or old age, the appropriate time for him to receive the sacrament has certainly already arrived. അപ്പോൾ ശരിക്കും നമുക്ക് ഒന്നുകിൽ ഡേഞ്ചർ ഓഫ് ഡെത്ത് അതിൻ്റെ ഒരു ഇതിലേക്ക് വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ഓൾഡ് ഏജ്, അല്ലെങ്കിൽ നമുക്ക് അറിയാം മറ്റൊരു ടൈം നമ്മൾക്ക് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു കൂദാശ സ്വീകരിക്കാനായി എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഈ കൂദാശ കൊടുക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ ശരിക്കും മരണത്തിനൊരുക്കുന്ന കൂദാശ എന്നതിനേക്കാളും സൗഖ്യദായകമായ കൂദാശ എന്ന രീതിയിലാണ് നമ്മൾ രോഗിലേപനത്തെ കണക്കാക്കേണ്ടത്. ഇനി നമ്മൾ കണ്ട കാര്യം തന്നെയാണ് യാക്കോബിന്റെ ലേഖനത്തിലെ 2 മെയിൻ തീം. ഒന്ന് ഗോഡാണ്, ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. 2 എത്തിക്സ് ആണ്, അല്ലേ, ധാർമ്മികതയെ കുറിച്ചിട്ടുള്ള. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ന്യൂ ടെസ്റ്റമെന്റ് മുഴുവനും നമ്മൾ നോക്കിയാല് ഇത് ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ബുക്കാണ്, അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള ബുക്കാണ്. ഈ ന്യൂ ടെസ്റ്റമെന്റ് മുഴുവനും എടുത്തു നോക്കുമ്പോൾ ഏറ്റവും പ്രാക്ടിക്കൽ, ഏറ്റവും ധാർമ്മികമായ ഉപദേശങ്ങൾ നൽകുന്ന പുസ്തകം എന്ന് പറയാവുന്നത് നമ്മളുടെ യാക്കോബിന്റെ ലേഖനം തന്നെയാണ്. ഇനി ഇതിനകത്ത് ഉള്ള മറ്റൊരു പോയിന്റ് ആണ് നമ്മളുടെ നാവിനെ നിയന്ത്രിക്കേണ്ടതിനെ പറ്റി പറയുന്നത്. 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, അല്ലേ, വളരെ എലാബറേറ്റീവ് ആയിട്ട് നാവിനെ നിയന്ത്രിക്കേണ്ടതിനെ പറ്റി പറയുന്നുണ്ട്. ക്വിക്ക് ടു ഹിയർ, സ്ലോ ടു സ്പീക്ക് എന്നാണ് നമ്മളെ കാണുന്നത്, അല്ലേ. എന്നിട്ട് യാക്കോബ് ചോദിക്കുന്നു, മാൻ മേ തിങ്ക് ഹി ഈസ് റിലീജിയസ് ബട്ട് ഇഫ് ഹി ഹാസ് നോ കൺട്രോൾ ഓവർ ഹിസ് ടൈം ഹി ഈസ് ഡിസീവിങ് ഹിംസെൽഫ്. നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ, നമ്മൾക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ചതിക്കുകയാണ് എന്നാണ്, നമ്മളെ തന്നെ കബളിപ്പിക്കുകയാണെന്നാണ് യാക്കോബ് പറയുന്നത്. അപ്പൊ ഇവിടെ 3 കമ്പാരിസൺ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഒരു കുതിര കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെയാണ്, അല്ലേ. അപ്പം കടിഞ്ഞാണ് ഒരു കുതിരയെ എങ്ങനെ നിയന്ത്രിക്കുന്നു, അതുപോലെ നാവിനെ നിയന്ത്രിക്കുന്നവൻ സ്വന്തം ജീവിതത്തെ നിയന്ത്രിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ റഡർ ഓഫ് എ ഷിപ്പ്, നമ്മൾ അല്ലേ എന്നെ പറയുന്ന ചുക്കാൻ, അല്ലേ, ചുക്കാൻ എന്ന് പറയുന്ന നമ്മൾ ഷിപ്പിനുള്ളത്. അതായത് ഒരു എൻറ്റയർ ഇത്രയും വലിയൊരു ഷിപ്പിനെ ഈ ഒരു ചെറിയ ചുക്കാൻ കൊണ്ട് എങ്ങനെ നിയന്ത്രിക്കുന്നുവോ അതുപോലെയാണ് നാവിനെ നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ 3-ാമത്തതാണ് ഫോറസ്റ്റ് ആൻഡ് സ്മോൾ ഫയർ, അല്ലേ. ഒരു പൊരി, ഒരു ചെറിയ തരി മതി ഉണങ്ങിക്കിടക്കുന്ന കരിയിലകൾ കത്തിപ്പടരാൻ, അല്ലേ. അതുപോലെ തന്നെയാണ് നാവെന്ന് പറയുന്നത്. ഇതൊരു ഫയറാന്ന് പറയുന്നത്, തീയാണ്. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെ തീർക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രോവർബ്സിൽ ഒക്കെ കാണും, അല്ലേ. അപ്പോൾ ഇവിടെ ഈ നാവിന്റെ ഉപയോഗത്തെ പറ്റി പറയുമ്പോൾ വളരെ സങ്കടത്തോടു കൂടി യാക്കോബ് ശ്ലീഹ പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരേ നാവ് തന്നെയാണ് എന്തിനു ഉപയോഗിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കാനും മറ്റുള്ളവരെ ബ്ലെസ് ചെയ്യാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതേ നാവ് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മറ്റുള്ളവരെ ശപിക്കാൻ, അവരെ പറ്റി ദോഷം പറയാനും നമ്മൾ ഇതേ നാവ് ഉപയോഗിക്കും. ഇതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമായിട്ട് ഇവിടെ യാക്കോബ് ശ്ലീഹ കാണിക്കുന്നത്. അപ്പോൾ ചില റെറ്ററിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ വളരെ മനോഹരമായ ചില പ്രയോഗങ്ങളും ശൈലികളും ഒക്കെ യാക്കോബ് ശ്ലീഹ ഇതിനകത്ത് കൊടുക്കുന്നു. നോക്കിക്കേ, അതായത് ഫ്രഷ് വാട്ടറും സോൾട്ട് വാട്ടറും, അല്ലേ, ഒരേ സ്പ്രിങ്ങിൽ നിന്ന്, ഒരേ ഉറവയിൽ നിന്ന് ഉപ്പുവെള്ളം വരുവും അതുപോലെ തന്നെ ശുദ്ധജലവും പ്രവഹിക്കുമോ എന്നുള്ളതാണ് നാവിൻ്റെ ഉപയോഗത്തെ പറ്റി പറയുന്നതാണ്. അതുപോലെയാണ് മറ്റൊന്ന്, ഒരേ ഇതിൽ നിന്ന്, അല്ലെങ്കിൽ ഒലിവ് ട്രീ, ഒരു ഫിഗ് ട്രീ, അത്തിമരത്തിന് ഒലിവിൻ്റെ ഫലങ്ങളോ മുന്തിരിക്ക് അത്തിയുടെ ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ ഇതിൻ്റെ ഒരർത്ഥം, നമ്മളുടെ ജീവിതം എങ്ങനെയോ അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളുടെ സംസാരവും നമ്മളുടെ വാക്കും എന്നാണ്. അപ്പോൾ നമ്മളുടെ ജീവിതം ഓൾറെഡി നന്നായിട്ടുണ്ടെങ്കിൽ, നല്ല കടിഞ്ഞാണിട്ട് ആത്മനിയന്ത്രണത്തോടു കൂടിയുള്ള ഒരു ജീവിതമാണെങ്കിൽ നന്മയായിട്ട് സംസാരിക്കാനേ നമുക്ക് കാണുള്ളൂ, അല്ലേ. വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആണ് ഒരൊറ്റ ഉറവേന്ന് എന്താ പറയുക, നമ്മളുടെ ഉപ്പുവെള്ളവും നല്ല വെള്ളവും വരുന്നത്.
അപ്പം അതുപോലെ തന്നെയാണ് ഒരു ധാർമ്മികമായി നമ്മൾ പറയുവാണെങ്കിൽ ഒരു ഒരേ നാവ് കൊണ്ട് ബ്ലെസ് ചെയ്യാനും അതേ നാവ് കൊണ്ട് കഴ്സ് ചെയ്യുകയും ചെയ്യാന്നുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു ഇരട്ടത്താപ്പിനെ പറ്റിയാണ്, അല്ലേ? ഒരു ഡ്യൂപ്ലിസിറ്റിയെ പറ്റിയാണ്, അല്ലെങ്കിൽ കപടനാട്യത്തെ പറ്റിയാണ് യാക്കോബ് ശ്ലീഹ ഇവിടെ ഈ ഒരു ഇതിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. അവസാനമായിട്ട് ഒരൊറ്റ പോയിന്റും കൂടെ പറഞ്ഞ് ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് മറിച്ച് നോക്കി അറിയാം. വളരെ ക്ലിയർ ആയിട്ട്, വളരെ മനോഹരമായിട്ട് ഇതിനകത്ത് ഇതിന്റെ മുഴുവൻ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനമായിട്ട് പറയുന്ന 5-ാം അധ്യായത്തിലെ 19-20 അതായത് ആരെങ്കിലും ഒരാള് തെറ്റിപ്പോയ ഒരു സഹോദരനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, സേവ് ഹിസ് സോൾ ഫ്രം ഡെത്ത് എന്നാണ്, അല്ലേ? മരണത്തിൽ നിന്ന് ജീവനെ, ആത്മാവിനെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, കവർ എ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ്, നിരവധിയായ പാപങ്ങൾ മറയ്ക്കുന്നു എന്നുള്ളതാണ്. തെറ്റിപ്പോയ ഒരാളെ വീണ്ടും വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് അവനവന്റെ ഒരുപാട് തെറ്റുകൾ മറയ്ക്കാൻ അത് നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നിങ്ങൾ ആ ഒരു നിങ്ങളുടെ പുസ്തകത്തിലെ 40-ാം പേജ് എടുക്കുകയാണെങ്കിൽ യാക്കോബ് ശ്ലീഹ തന്റെ ലേഖനം അവസാനിപ്പിക്കുന്നത് സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവരോട് മറ്റു വിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്വത്തെക്കുറിച്ച് അനുസ്മരിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ദരിദ്രരെ അവഗണിക്കില്ല, നാവിന്റെ ദുർവിനിയോഗം, അസൂയ, ലൗകിക വ്യഗ്രത, കലഹം, പക്ഷപാതം, ധനാസക്തി, അങ്ങനെയുള്ള തിന്മകൾക്ക് അടിമപ്പെട്ട് സത്യമാർഗമായി മിശിഹായിൽ നിന്ന് വ്യതിചലിച്ച വിശ്വാസികളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇത് എഴുതുന്നത്. അപ്പോൾ ഈ ന്യൂ ടെസ്റ്റമെന്റിൽ വെച്ചിട്ട് മനോഹരമായിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു അഡ്വൈസ് തരുന്ന പുസ്തകമായിട്ടാണ് വിശുദ്ധ യാക്കോബിന്റെ ലേഖനം അറിയപ്പെടുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെറ്റർ ഓഫ് സെയിന്റ് പീറ്റർ കാണുവാണ്, അല്ലേ? യാക്കോബിന്റെ ലേഖനം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 1-2 പത്രോസ്ലീഹായുടെ 1-2 ലേഖനങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഒന്നാമതായിട്ട് ഓതർഷിപ്പാണ്, അല്ലേ? ഓതർഷിപ്പിനെ പറ്റി ഞാൻ ഒത്തിരി ഒന്നും പറയുന്നില്ല. ഈ ലേഖനം എഴുതിയത് പത്രോസ്ലീഹ അല്ല എന്നുള്ള ഒരു വാദഗതി സാധാരണഗതി നിലനിൽക്കുന്നില്ല. അപ്പോൾ പത്രോസ്ലീഹ അദ്ദേഹത്തിന്റെ സഹായിയായ സിൽവാനൂസ് വഴി എഴുതിയതാണിത് എന്ന് പറഞ്ഞാൽ സിൽവാനൂസിന്റെ സഹായം അദ്ദേഹം ഇത് എഴുതുന്നതിന് തേടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാത്ത ആധികാരികമായ ഒരു ലേഖനമാണ് നമ്മളുടെ ഈ പത്രോസ്ലീഹായുടെ ആദ്യത്തെ ലേഖനം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് പത്രോസ്ലീഹ മരിക്കുന്നതിനേക്കാളും, അതായത് നീറോയുടെ കാലത്താണ് പത്രോസ്ലീഹ രക്തസാക്ഷിത്വം വരിക്കുന്നത്. ഈ രക്തസാക്ഷിത്വത്തിന് തൊട്ടു മുമ്പ് അദ്ദേഹം എഴുതിയിട്ടുണ്ടാകും. അപ്പൊ ഏകദേശം ഒരു AD 64-66 കൂടി ഇത് എഴുതപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് പൊതുവെ പണ്ഡിതര് കരുതുന്നത്. ഇനി ഇതിന്റെ ഓഡിയൻസ് ആരാണ്? എപ്പോഴും ലെറ്ററിന് എപ്പോഴും ഒരു ഓഡിയൻസ് ഉണ്ടല്ലേ? അപ്പൊ ഇതിന്റെ ഓഡിയൻസ് ആണ്. ഇതിന്റെ ഓഡിയൻസ് ആദ്യം അദ്ദേഹം പറയുന്നത് യേശു ക്രിസ്തുവിന്റെ അപ്പസ്തോലനായ പത്രോസ്. ഇവിടെ ആരുടെ അപ്പസ്തോലനാണ്? യേശു ക്രിസ്തുവിന്റെ സ്വന്തമാണ്. അതോടൊപ്പം തന്നെ അപ്പസ്തോലനാണ്. അപ്പസ്തോലൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവനാണല്ലോ. അപ്പൊ പത്രോസ്ലീഹായുടെ ഒരു പേഴ്സണൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു സെൽഫ് അവെയർനെസ് എന്നൊക്കെ പറയുന്നത് ഇതാണ്, യേശു ക്രിസ്തുവിന്റെ അപ്പസ്തോലൻ എന്നാണ്. ഇനി ആർക്കാണ് എഴുതുന്നുള്ള? പിതാവായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും യേശു ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നതിനും അവന്റെ രക്തത്താൽ തളിക്കപ്പെടുന്നതിനും വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരും ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുമായി പോന്തസിലും ഗലാത്യായിലും കപ്പദോക്യായിലും ഏഷ്യായിലും ബിഥീനിയായിലും പ്രവാസികളായി ചിതറിപ്പാർക്കുന്നവർക്ക്, ഇതും പ്രവാസികളായവർക്ക് എഴുതുന്നതാണ്. പക്ഷെ എവിടെയാണ്? പോന്തസിലൊന്ന്, ഗലാത്യായില്, കപ്പദോക്യായില്, ഏഷ്യയില്, ബെഥീനിയായില്. ഏഷ്യ മൈനറിലെ കുറേ സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഏഷ്യ മൈനറിലെ സ്ഥലങ്ങളാണ്. അപ്പൊ ഈ പ്രദേശത്തെല്ലാം പ്രവാസികളായി ചിതറി പാർക്കുന്നവർക്കെന്നാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്ത് പ്രവാസികളായി ജീവിക്കുന്ന ക്രൈസ്തവർക്ക് വേണ്ടിയാണ്. ഇവരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾക്ക് പഠനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് വിജാതീയരിൽ നിന്നും മാനസാന്തരപ്പെട്ട് വിശ്വാസം സ്വീകരിച്ചവരാണ്. അപ്പൊ യഹൂദ ക്രിസ്ത്യാനികളല്ല, വിജാതീയ ക്രിസ്ത്യാനികളാണ്. അപ്പൊ ഇവർ വിശ്വാസം സ്വീകരിച്ചിട്ട് ഒത്തിരി കാലം ആയിട്ടും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒത്തിരി കാലം ആകാത്തത് കാരണം ചില 2 സാധ്യതകളുണ്ടല്ലേ. ഒന്ന്, ഇവർ മറ്റുള്ളവരിൽ നിന്ന് പീഡനം ഏൽക്കേണ്ടി വരുന്നുണ്ടാകും. കാരണം ഇപ്പോൾ അവരുപേക്ഷിച്ചു വന്ന മതം, വിശ്വാസ രീതി, ജീവിത രീതി
അവരുടെ തൊട്ടു മുമ്പിൽ തന്നെ നിപ്പുണ്ട്. അപ്പൊ അവരിൽ നിന്നുള്ള പരിഹാസങ്ങളും അവരിൽ നിന്നുള്ള ആക്രമണങ്ങളും ഒക്കെ അഭിമുഖീകരിക്കുന്നവരാണ് ഇവര്. രണ്ടാമത്, വിജാതീയരുടെ എതിർപ്പിന്റെ മുമ്പിൽ വിശ്വാസം പരിത്യജിച്ച് പഴയ മാർഗങ്ങളിലേക്ക് പിന്തിരിയാൻ സാധ്യതയുള്ളൂ. ഇവിടെ ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഒത്തിരി കാലമായിട്ടില്ല. അതിന്റെ അർത്ഥം ഇവര് ഒരുപക്ഷെ മറ്റവർ പ്രേരിപ്പിച്ചാൽ, പുറത്ത് നിൽക്കുന്നവർ പ്രേരിപ്പിച്ചാൽ അവരുടെ വിശ്വാസം ഉപേക്ഷിച്ച് പോകാൻ സാധ്യതയുള്ളവരാണെന്ന് പറയുന്നത്. ഈ കത്ത് ഇത് കണ്ട, ഈ ഒരു 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 റൂട്ടിലായിരിക്കും ഇത് പോയിട്ടുണ്ടാകുന്നത്. ഗലാത്തിയായിൽ ആരംഭിച്ച് ഒരു സർക്കുലർ റൂട്ട് ഈ ലെറ്റർ നടത്തിയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ പോന്തസിലും ഗലാത്തിയായാലും കപ്പദോക്യയിലും ഏഷ്യയിലും ബിഥീനിയയിലും എന്നൊക്കെ പറയുന്നതെന്നാണ് സാധാരണഗതി പറയുന്നത്. അപ്പോൾ ഏഷ്യ മൈനറിലെ കുറച്ച് സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അവരുടെ പീഡനങ്ങളിലും വേദനകളിലും ഒക്കെ അവർക്ക് ഉണർവ് കൊടുക്കുക, ഉൾക്കരുത്ത് കൊടുക്കുക, വിശ്വാസ സ്ഥിരത കൊടുക്കുക, പ്രത്യാശയെ നിലനിർത്തുക എന്നൊക്കെയുള്ളതാണ് ഈ ലേഖനത്തിന്റെ ലക്ഷ്യം. അപ്പൊ നമ്മൾ ഓർക്കണം, ഓരോ സമൂഹവും ഓരോ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ കത്തുകളെല്ലാം എഴുതപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസി സമൂഹം പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന സന്ദർഭത്തിൽ അവരെ ധൈര്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ലെറ്ററുകൾ എഴുതപ്പെടുന്നത്. ഇനി ഇതിനകത്ത് ഉള്ള കുറച്ച് ദൈവശാസ്ത്ര പ്രമേയങ്ങളാണ് കേട്ടോ. കുറേ അധികം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ നോക്കുവാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആകും. ഒന്നാമത്തത് നമ്മൾ കണ്ടത് ഈ പത്രോസ്ലീഹായുടെ ഒരു ആത്മാവബോധമാണ്. നമ്മൾ സുവിശേഷങ്ങൾ പഠിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ മനസ്സിലാക്കുന്നത്. ഇവിടെ പറയുന്ന അപ്പസ്തോലനാണ്, അയക്കപ്പെട്ടവനാണ് താനെന്ന വിശ്വാസമാണ്. രണ്ടാമതായിട്ട് ഇത് എഴുതുന്നവർ ആർക്ക് വേണ്ടിയാണ് എഴുതുന്നുള്ളത്? നമ്മളിപ്പോൾ കണ്ട ആ സഭാ സമൂഹങ്ങളിലെ വ്യക്തികൾക്ക് വേണ്ടിയാണ് ഇത് എഴുതുന്നത്, അല്ലെങ്കിൽ വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ്. വിശ്വാസത്തിൽ അത്രമാത്രം അടിയുറക്കാത്തവരായ അവരെ വിശ്വാസത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടി എഴുതുന്നതാണ്. ഇനി ഇതിനകത്ത് സഹനത്തിന് രക്ഷാകര മൂല്യം എന്ന് പറയുന്നത്, സഹനത്തെ പറ്റി ഒത്തിരി പറയുന്നുണ്ട് ഈ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനത്തില്. കാരണം ഈ ഒരു സമൂഹം വിവിധ തരത്തിലുള്ള സഹനങ്ങളെ അഭിമുഖീകരിക്കുന്നതാണ്. പ്രത്യേകിച്ച് സ്വന്തം അവർ നേരത്തെ ഉണ്ടായിരുന്ന ആ മതത്തിൽപ്പെട്ടവരിൽ നിന്നുള്ള പലതരത്തിലുള്ള അറ്റാക്കുകൾ ഇവർക്കുണ്ട്. അതുപോലെ തന്നെ ഈശോയുടെ മഹത്വപൂർണമായ വെളിപ്പെടുത്തൽ നമ്മൾ ഓർക്കണം. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ഇമ്മിനന്റ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, ഈശോയുടെ പെട്ടെന്നുള്ള രണ്ടാം വരവിനെ നോക്കിയിരിക്കുന്ന കമ്മ്യൂണിറ്റികളാണ്. ഈ രണ്ടാം വരവിനെ നോക്കിയിരുന്നിട്ട് ഒരല്പം വൈകിയ കാലഘട്ടമാണിത്. എന്ന് പറഞ്ഞാൽ രണ്ടാം വരവ് ഇപ്പോൾ ഒരു എന്ന് അവർ ഓർത്തിരുന്നിട്ടും വരാത്ത ഒരു കാലഘട്ടത്തിൽ പലരും തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഈ ഈശോയുടെ മഹത്വപൂർണമായ വെളിപ്പെടുത്തലിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മളുടെ ഈ ലേഖനങ്ങളിൽ നൽകുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ പത്രോസ്ലീഹ, അദ്ദേഹം സഭയുടെ മുഴുവനും ആദ്യത്തെ മാർപ്പാപ്പ എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. ഈശോ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സഭയുടെ താക്കോലേൽപ്പിക്കുന്നത് വിശുദ്ധ പത്രോസിനെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അജപാലന രീതിയെപ്പറ്റി ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്, സ്നേഹത്തിൽ അധിഷ്ഠിതമായ അജപാലന രീതിയെപ്പറ്റി. ഇനി ദൈവത്തിന്റെ പരിശുദ്ധിയെപ്പറ്റി പറയുന്നുണ്ട്, ക്രിസ്തു വിജ്ഞാനീയത്തെ പറ്റി പറയുന്നുണ്ട്. മറ്റൊരു മെയിൻ പോയിന്റ് ഈശോയുടെ പാതാള സന്ദർശനം, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകുന്ന രംഗം. പക്ഷേ ഈ പുസ്തകത്തിൽ വളരെ ഭംഗിയായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കാര്യകാരണ സഹിതം വളരെ വ്യക്തമായി മറ്റ് റെഫറൻസുകളൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നുണ്ട്, സഭയെ പറ്റി പറയുന്നുണ്ട്. ഇത്രയും ദൈവശാസ്ത്ര പ്രമേയങ്ങളാണ് നമ്മളുടെ ഈ ലേഖനത്തിൽ ഉള്ളത്. ഇനി പത്രോസ്ലീഹായുടെ 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായം മുതൽ നമ്മളിങ്ങനെ നോക്കുവാണെങ്കിൽ 4-ാം അധ്യായത്തിന്റെ 11 വരെ ഇങ്ങനെ മാമോദീസ സ്വീകരിക്കാൻ വരുന്നവർക്കുള്ള ഒരു ഉപദേശമായിട്ട് കണക്കാക്കാം. ഏതെങ്കിലുമൊക്കെ സമയത്ത് മാമോദീസ സ്വീകരിക്കാൻ വന്നവർക്ക് നൽകിയ ഉപദേശമായിരിക്കാം. ഇനി 4:12 മുതൽ ഇങ്ങനെ 5:11 വരെ ഈ വിശ്വാസത്തിൽ ഇങ്ങനെ സ്ഥിരതയോടെ നിൽക്കാനുള്ള ഒരു ഉപദേശങ്ങളാണ്. അപ്പൊ ഈ രണ്ട് മെയിൻ കാര്യങ്ങളെ വെച്ചിട്ട് വേണം നമ്മൾ ഇതിനകത്തെ പഠനങ്ങളെ മനസ്സിലാക്കാൻ. അപ്പോൾ ഈ രണ്ടാമത്തെ ഒരു തിരിവിന്റെ ആദ്യ ഭാഗത്തിൽ സഹനങ്ങളിൽ സ്ഥിരതയോടെ നിൽക്കാനുള്ള ഒരു ആഹ്വാനമുണ്ട്. എന്നാണ് ഈ കമ്മ്യൂണിറ്റി സംഭവം ഈ പത്രോസ്ലീഹ എഴുതുമ്പോൾ ഈ ഒരു ആരെ ഉദ്ദേശിച്ചിട്ടാണോ എഴുതിയത് അവിടെ അവർക്ക് അനേക തരത്തിലുള്ള സഹനങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെന്ന് ചുരുക്കം. ഇപ്പൊ സഹനങ്ങളെ പറ്റി പറയുന്നത് നോക്കി, ഈ സഹനത്തെ യുഗാന്ത്യമായിട്ട് ബന്ധപ്പെടുത്തുക ലേഖനകർത്താവ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾക്കറിയാം, സഹനങ്ങൾക്ക് ഈ ലോകത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് കണ്ടെത്തുന്ന എല്ലാ ഉത്തരങ്ങളും അപൂർണമാണ്. നമ്മൾ ഏത് സഹനത്തെ വ്യാഖ്യാനിച്ചെടുക്കാൻ നോക്കിയാലും നമുക്കൊരു പൂർണ്ണതയുള്ള ഒരു ആൻസർ നമുക്ക് കിട്ടുന്നില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിൽ നിന്നും നമ്മൾ പുതിയ നിയമത്തിലേക്കുള്ള യാത്രയിൽ സഹനത്തെ ഇങ്ങനെ പാപത്തിന്റെ ശിക്ഷയായും ദൈവശാപമായും ഒക്കെ, പൂർവികരുടെ പാപത്തിന്റെ സ്വാധീനമൊക്കെ ആയിട്ട് കാണുന്ന മനുഷ്യൻ, പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു മുമ്പിലേക്ക് നോക്കുമ്പോൾ അത് യുഗാന്ത്യത്തെ പറ്റിയുള്ള ഒരു ചിന്തയിൽ നിന്നാണ് അത് വരുന്നത്. പക്ഷേ സഹനത്തെ എങ്ങനെ കാണണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്, അല്ലേ? ഇനി നമുക്കറിയാം, പഴയ നിയമത്തിൽ തന്നെ ജോബിന്റെ പുസ്തകം മുഴുവൻ ഡിസ്കസ് ചെയ്യുന്നത് നീതിമാന്റെ സഹനം എന്നുള്ളതാണ്. അപ്പൊ ഈ സഹനം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളുടെ ഒരു ആത്മീയ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ഒരു സമസ്യ പോലെയുള്ളതാണ്, അല്ലെ? അപ്പൊ ഇവിടെ 3 ഉത്തരങ്ങളാണ് ഇവിടെ ഈ ലേഖനകർത്താവ് നമുക്ക് തരുന്നത്, എന്ന് പറഞ്ഞാൽ പത്രോസ്ലിഹ നമുക്ക് തരുന്നത്. ഒന്നാമതായിട്ട്, സഹിക്കുന്ന മനുഷ്യൻ എന്താണ്? കുരിശിലെ സഹനത്തോട് ചേർന്ന് ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ജീവിക്കുന്ന വ്യക്തിയാണ്. രണ്ടാമതായിട്ട്, ഭൂമിയിലെ സഹനം എന്നത് യുഗാന്ത്യത്തിലെ ശിക്ഷാവിധിയിൽ നിന്നുള്ള ഒരു വിടുതലാണ്. ഭൂമിയിലെ സഹനം യുഗാന്ത്യത്തിലെ ശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതലാണ്. മൂന്നാമതായിട്ട് പറയുന്നത്, മനുഷ്യന്റെ സഹനവും പീഡനവും ദൈവഹിതമല്ല, എന്നാൽ സഹനത്തെ നേരിടുന്നതിലും സഹനത്തിന് കാരണമായവരോടുള്ള പ്രതികരണത്തിലും നാം ദൈവഹിതം അനുസരിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യന്റെ സഹനവും പീഡനം എന്ന് പറയുന്നത് ദൈവഹിതമായിട്ടല്ല എടുക്കേണ്ടതില്ല, പക്ഷെ ഈ സഹനത്തെ നേരിടുമ്പോഴും ഇതിന് കാരണമായവരോടുള്ള പ്രതികരണത്തിൽ നാം ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെറ്റർ ഓഫ് പീറ്റർ നമ്മളുടെ പത്രോസ്ലിഹായുടെ 1-ാം ലേഖനത്തെ പറ്റിയാണ് നമ്മൾ കണ്ടത്. 1-ാം ലേഖനത്തിൽ ഈ 4 സഭകൾക്കുള്ള ഒരു ലെറ്റർ ആയിട്ടാണ് നമ്മളത് കണ്ടത്. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഒത്തിരി പോയിന്റുകളുണ്ട്. എല്ലാത്തിനകത്തും നമ്മൾക്ക് സഹനങ്ങളെ, പീഡനങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ളതാണ്. അതിനകത്ത് ദൈവശാസ്ത്ര പ്രമേയങ്ങൾ നിങ്ങൾ കണ്ടു. പിന്നെ ഈ സ്ഥലങ്ങളെ പറ്റിയൊക്കെയുള്ള വിവരണങ്ങളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈശോയുടെ പാതാള സന്ദർശനത്തെ പറ്റിയുള്ള വിവരണങ്ങളുണ്ട്. അതിനെപ്പറ്റിയുള്ള സംശയങ്ങളും ചിന്തകളും ഒക്കെ ഉണ്ട്. അജപാലനത്തെ പറ്റിയുള്ള നല്ല ചിന്തകളുണ്ട്. കുടുംബത്തിലെ കടമകൾ, അതുപോലെ അടിമ വ്യവസ്ഥിതിയെ പറ്റി, അല്ലേ? ക്രൈസ്തവരായ അടിമകൾക്കുള്ള നിർദ്ദേശങ്ങളും ഭാര്യമാർക്കുള്ള ഉപദേശങ്ങളും ഭർത്താക്കന്മാർക്കുള്ള ഉപദേശങ്ങളും, അങ്ങനെ കുറേയധികം പ്രാക്ടിക്കലായിട്ട് വരുന്ന ഒരു ലെറ്ററാണ് പത്രോസ്ലിഹായുടെ ഈ ഒരു ലേഖനം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പത്രോസ്ലിഹായുടെ 2-ാം ലേഖനത്തിലേക്ക് പോവുകയാണ്. 2-ാം ലേഖനം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ലേഖനമാണ്, അല്ലേ? ചെറിയ ലേഖനമാണ്. പത്രോസ്ലിഹായുടെ ഈ 2-ാമത്തെ ലേഖനത്തിന്റെ ഒരു പ്രത്യേകത, നമ്മളിങ്ങനെ വെളിപാട് സാഹിത്യത്തിന്റെ ഒരു ശൈലിയിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. വെളിപാട് സാഹിത്യം എന്ന് പറയുമ്പോൾ നമ്മൾ ബുക്ക് ഓഫ് റെവലേഷനിലേക്ക് നോക്കിയാൽ മതി. ആ ഒരു ടൈപ്പിൽ എഴുതിയതാണ്. അതുപോലെ തന്നെ പത്രോസ്ലിഹായുടെ 2-ാം ലേഖനത്തിന് ഈ യൂദാസ്ലിഹായുടെ ലേഖനവുമായിട്ട് ഭയങ്കര സാദൃശ്യമുണ്ട്. യൂദാസ്ലിഹായുടെ ലേഖനമായിട്ടൊരു സാദൃശ്യമുണ്ട്. പക്ഷെ 1-ാം ലേഖനത്തിന് ലഭിച്ചതുപോലെയുള്ളൊരു സ്വീകാര്യത ഈ 2-ാം ലേഖനത്തിന് ആദ്യകാലങ്ങളിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പം ഈ ഒരു 2-ാം ലേഖനത്തെ കാനോനികമായിട്ട് അംഗീകരിക്കാൻ പോലും കാലമെടുത്തു എന്നുള്ളതാണ്. ഇതിന്റെ മെയിൻ പ്രശ്നം ഇതായിരുന്നു, ഇത് ആരെഴുതി എന്നുള്ളതിനെ പറ്റിയുള്ളൊരു സംശയമായിരുന്നു. അതുപോലെ തന്നെ ഈ യൂദാസ്ലിഹായുടെ ലേഖനവും കാനോനികമായിട്ട് അംഗീകരിക്കാൻ കുറേ സമയം എടുത്തു, കാലതാമസം എടുത്തു. അപ്പൊ അതിനോടുള്ള ഒരു ബന്ധവും ഈ ഒരു പ്രധാന സംശയത്തിനൊരു കാരണമാണ്, സ്വീകാര്യത കിട്ടാത്തതിനൊരു കാരണമാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. പത്രോസ്ലിഹായുടെ 1-ാം ലേഖനം സഭയുടെ ഒരു കാലഘട്ടത്തിലും ചോദ്യം ചെയ്യപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷേ 2-ാം ലേഖനത്തെ പറ്റി സഭാപിതാക്കന്മാരുടെ ഇടയിൽ മുതൽ പിന്നീട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതിനകത്തെല്ലാം ഈ ഒരു ലേഖനത്തിന്റെ കാനോനികതയെ പറ്റിയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്ന, അതിനുള്ള 3 കാരണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ ഈ ഹപെക്സ് ലെഗോമെനോ എന്ന് പറയും. ഹപെക്സ് ലെഗോമെനോ എന്ന് പറയുന്നത് ആ വാക്കുകൾ 56 എണ്ണം, ലാംഗ്വേജിനെ പറ്റി പറയുമ്പോൾ 56 വാക്കുകൾ പിന്നീട് ആവർത്തിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇതൊറ്റ തവണയെ കാണുന്നുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഈ വാക്കുകളുടെ ഉപയോഗം നമുക്ക് അത്ഭുതം ജനിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ യൂദാസ്ലിഹയുടെ ലേഖനമായിട്ടുള്ള ഒരു ബന്ധം, അപ്പൊ ഇതിന്റെ ഡേറ്റ് ആൻഡ് പ്ലേസ് വെച്ച് നോക്കുമ്പോൾ, അല്ലെ, ഒത്തിരി താമസിച്ചാവാനുള്ളൊരു സാധ്യതയുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ
പത്രോസ്ലിഹ എഴുതിയതാണെന്ന് കണക്കാക്കുകയാണെങ്കിൽ പത്രോസ്ലിഹയുടെ മരണത്തിന് മുമ്പ് നമ്മൾ ഇത് എഴുതിയെന്ന് അനുമാനിക്കണം. അങ്ങനെയാണെങ്കിൽ 64 AD ഒക്കെ എഴുതിയെന്ന് വിചാരിക്കാം. പക്ഷെ പിന്നീടുള്ള പഠനങ്ങളിലും സ്കോളേഴ്സൊക്കെ വളരെ ലേറ്റ് ആയിട്ടാണ് ഈ ഒരു ലേഖനത്തെ മനസ്സിലാക്കുന്ന, അതിൻ്റെ എഴുത്തിൻ്റെ കാലഘട്ടം. ഇനി ഇതിൻ്റെ ഒരു ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു ഒരു ഹോമിലി ടൈപ്പാണ്, അല്ലെങ്കിൽ ഒരു സെർമൺ ആണ്. ഒരു ലെറ്റർ എന്നതിനേക്കാളും ഇങ്ങനെ ഒരു ഹോമിലി ടൈപ്പിൽ എഴുതിയതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. ഈ ലേഖനം ഇതിനകത്തെ സ്വീകർത്താക്കൾ അല്ലെങ്കിൽ ഓഡിയൻസ് ആരാണെന്നുള്ളതാണ് അല്ലേ. ഈ ലേഖനത്തിന്റെ ഒന്നാമത്തെ വാക്യം നോക്കിക്കേ, തങ്ങളോടത്ത് ഒരേ വിശ്വാസം തന്നെ സ്വീകരിച്ചതെന്നാണ് അല്ലേ. തങ്ങളോടത്ത് ഒരേ വിശ്വാസം തന്നെ സ്വീകരിച്ചവർക്ക്. അപ്പോൾ അത് പ്രത്യേകമായിട്ടൊരു സഭയെ ഉദ്ദേശിച്ച് എഴുതിയതാണോ എന്നതിന് നമുക്ക് എവിടെ ഒരു തെളിവൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അപ്പസ്തോലിക കാലഘട്ടം കഴിഞ്ഞ് നമ്മൾ നേരത്തെ കണ്ടുപോലെ പൊതുവായിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു അല്ലെങ്കിൽ ഈശോയുടെ പ്രത്യാഗമനം എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല, അത് ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ഈ വിശ്വാസികളെ പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കണം, ഈ രണ്ടാമത്തെ ഈശോയുടെ ആഗമനം എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയാണ്, അത് ഉണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധാർമികമായി ജീവിക്കുന്ന വിശ്വാസികൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പൊ ഇങ്ങനെയുള്ള അവരെ വിളിക്കുന്ന വ്യാജപ്രവാചകന്മാരാണെന്നാണ്, അവരിൽ നിന്നും വിശ്വാസികളെ രക്ഷിക്കുന്നതിനു വേണ്ടി എഴുതപ്പെട്ടതാണ് ഈ ഒരു ലേഖനവും എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണ അറിവിന്റെ ഭാഗമായിരുന്നു അവിടുന്ന് വീണ്ടും വരുമെന്നുള്ളത്. ഈ വീണ്ടും വരുമെന്നുള്ള ചിന്ത ഇങ്ങനെ ഈശോയുടെ കാലഘട്ടത്തിൽ പെട്ടെന്ന് മുളച്ചു പൊന്തിയ ഒന്നൊന്നുമല്ല. നമ്മൾ പഴയ നിയമകാലം മുതൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ചിന്ത ഇങ്ങനെ പതുക്കെ പതുക്കെ വളർന്നു വരുന്നത് കാണാം. അപ്പോൾ മിശിഹ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവര് ഈശോ മിശിഹായാണെന്ന് മനസ്സിലാക്കിയ ശ്ലീഹന്മാർ അവൻ വീണ്ടും വരുമെന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ വീണ്ടും വരുമ്പോൾ എന്താണ് നടക്കുന്നത്? അന്ത്യവിധിയാണ്. നമുക്കറിയല്ലേ, നന്മ തിന്മകൾക്ക് അനുസരിച്ച് വിധി നടപ്പിലാകുന്ന സമയമാണ് ഈ യുഗാന്ത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈശോ വീണ്ടും വരുമെന്നുള്ളത്, പറൂസ്യ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ഈ വിശ്വാസത്തിന് തട്ടിയ കോട്ടമാണ് ലേഖന പശ്ചാത്തലമായിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ച ഈ രണ്ടാം വരവ് ഡിലേ ആയപ്പോൾ, താമസിച്ചപ്പോൾ ഇങ്ങനെ പല വ്യാജ പ്രബോധനങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇവരെ റെഫ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇവർ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നും വിശ്വാസത്തിലും പ്രാർത്ഥനയിലും യുഗാന്ത്യ പ്രതീക്ഷയിൽ വിശ്വാസികൾ നിലനിൽക്കണമെന്നും അധാർമിക പ്രവർത്തികളിൽ മുഴുകാൻ മറ്റു വിശ്വാസികൾ പ്രേരിപ്പിക്കുമ്പോൾ ഈ സത്യവിശ്വാസം കാത്തുസൂക്ഷിക്കണമെന്നും പറയാനായിട്ടാണ് ഈ ലേഖനം എഴുതപ്പെടുന്നത്. അപ്പോൾ ഇവിടെ സഭ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ഇതിങ്ങനെയുള്ള ഒരു വ്യാജ പ്രബോധനം ഉണ്ടാവുകയും വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ പ്രതിസന്ധി. ഈ പ്രതിസന്ധിയുടെ സമയത്ത് അപ്പസ്തോലൻ പ്രമുഖനായ വിശുദ്ധ പത്രോസിന്റെ പേരിൽ അദ്ദേഹം തന്റെ വേർപാടിന്റെ സമയമായി എന്ന് അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ മരണപത്രിക പോലെ എഴുതുന്നു എന്ന തോന്നൽ ഉളവാകത്തക്ക വിധമാണ് ഈ ഒരു ലേഖനം എഴുതപ്പെട്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ആരെങ്കിലും ആയിരിക്കും ഇത് എഴുതിയതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തില് വിശ്വാസികളെ അവരുടെ വിശ്വാസത്തെ നിലനിർത്താൻ വേണ്ടി അന്തിമമായിട്ട് അദ്ദേഹം നൽകുന്ന ഉപദേശം പോലെയാണ് ഈ ഒരു ലെറ്റർ ഉള്ളത്. ഇനി ഈ ലേഖനത്തിന്റെ ഘടന നമ്മൾ ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഘടനയാണ് ഇതിലുള്ളത്. ഈശോയുടെ പ്രത്യാഗമനം തന്നെയാണ് ഇതിലെ കേന്ദ്ര പ്രമേയം അല്ലെ. 3 ഭാഗങ്ങളെ 3 അധ്യായങ്ങളായി ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അപ്പോൾ 1-ാം അധ്യായം നോക്കിയേ, ക്രൈസ്തവന്റെ വിളിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ മഹത്വത്തിന് ദൃക്സാക്ഷിയായവരുടെ വചനങ്ങൾക്ക് വിളി ലഭിച്ചവർ നൽകേണ്ട അനുസരണത്തെ കുറിച്ചിട്ട് പറയുന്നു. 2-ാം അധ്യായം അതിനെതിരെ പ്രബോധനം നൽകുന്ന വ്യാജപ്രവാചകന്മാരെ കുറിച്ചാണ്. 3-ാം അധ്യായം ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനത്തെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്കിങ്ങനെ ഒരു സ്ട്രക്ചറാണുള്ളത്. ഒന്ന് ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവും, കാമുഖമുണ്ട്, അവസാനത്തെ ഗ്രീറ്റിംഗ്സ് ഉണ്ട്. ഇതിന്റെ ഇടയ്ക്കുള്ള മെയിൻ ബോഡി 3ആയിട്ട് തിരിക്കുകയാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്, വ്യാജപ്രവാചകരും വിനാശവും, കർത്താവിന്റെ പ്രഖ്യാഗമനം. അങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇനി ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിലൂടെ ദൈവം ക്രൈസ്തവർക്ക് നൽകിയിരിക്കുന്ന കൃപാദാനങ്ങളാലാണ് ക്രൈസ്തവ ജീവിതം വളർച്ച പ്രാപിക്കുന്നത്.
അപ്പം ദൈവിക സ്വഭാവത്തിന് ചേർന്ന വിധം ജീവിക്കാൻ പ്രാപ്തരാകുന്നത് ഈ വിശ്വാസവും അതിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൃപാദാനങ്ങളുമാണ്. അപ്പൊ ഇത് വെറുതെ ഇങ്ങനെ ഈ കിട്ടുന്ന ഒന്നല്ല എന്ന് പറഞ്ഞാൽ വളരെ യാന്ത്രികമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്താലേ നമ്മിലേക്ക് വന്നിരിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ഇത് നേടുന്നതിന് വിശ്വാസികൾ ധാർമ്മികതയുടെ ഒരു ജീവിതം ജീവിക്കണം എന്നാ പറയുന്നത്. ഇപ്പൊ വെറുതെ വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ പോരാ, മറിച്ച് ധാർമ്മികതയുള്ള ഒരു ജീവിതം കൂടെ വേണമെന്നാണ് പത്രോസ്ലിഹ ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ധാർമ്മിക മൂല്യങ്ങളിൽ ഒരു 7 ലേഖനകർത്താവ് ഇവിടെ പറയുന്നുണ്ട് അല്ലേ. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥ ഭാഗം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകും. അല്ലെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിൽ 124 പേജിലുണ്ട്. 124 പേജില് ഇങ്ങനെ ഈ പുണ്യങ്ങളാണ് അല്ലേ. അപ്പൊ ഈ പുണ്യങ്ങളുടെ പ്രഥമ സ്ഥാനം എന്തിനാണ്? വിശ്വാസത്തിനാണ്. അപ്പൊ സകല പുണ്യങ്ങളുടെ അടിത്തറയായി പ്രവർത്തിക്കുന്നത് വിശ്വാസമാണെന്ന് സാരം. ഇനി വിശ്വാസത്തെ പോഷിപ്പിക്കുന്നവയുടെ ഗണത്തിലാണ് ഇങ്ങനെ ഓരോ പുണ്യങ്ങളും അടുക്കി വെച്ചിരിക്കുന്നത്. ഇനി ഈ പുണ്യങ്ങളെല്ലാം ഇങ്ങനെ വളർന്ന് വളർന്ന് എന്തിലെത്തുന്നു? സ്നേഹത്തിലേക്ക് എത്തി നിൽക്കുക ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും അവസാനത്തതും ഏറ്റവും പൂർണ്ണതയുള്ളതുമായത് എന്താണ്? സ്നേഹമാണ് അല്ലെ, അഗാപ്പെ. അപ്പൊ വിശ്വാസത്തിൽ ആരംഭിച്ച് സ്നേഹത്തിൽ അവസാനിക്കുന്ന ഒരു പുണ്യ പട്ടിക സകല ക്രിസ്തീയ പുണ്യങ്ങൾ ഇവിടെ വിവക്ഷിക്കപ്പെടുന്നുണ്ടെന്നാ പറയുന്നത്. അപ്പൊ കണ്ടോ, സുഹൃതം, അറിവ്, ആത്മനിയന്ത്രണം, ക്ഷമ, ഭക്തി, സഹോദര സ്നേഹം, ഇതെല്ലാം വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. സ്നേഹത്തിലേക്ക് നയിക്കുന്ന പുണ്യങ്ങളുമാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം, സ്നേഹത്തെ നിഷേധിക്കുന്നതൊന്നിനും ക്രിസ്തീയതയെ സ്ഥാനമില്ല. ഇപ്പൊ ഈ ഇടയ്ക്ക് പരിശുദ്ധ പിതാവ് എഴുതിയ ചാക്രിക ലേഖനം അല്ലേ, ദി ലെക്സിനോസിലും ഇത് തന്നെയാ പറയുന്നത്. സ്നേഹത്തെ അല്ലെങ്കിൽ ഹൃദയത്തെ നിഷേധിക്കുന്നവയ്ക്കൊന്നിനും ക്രിസ്തീയതയില് സ്ഥാനമില്ല. അതുപോലെ വിശ്വാസത്തെ ബലി കൊടുത്തുള്ള പുണ്യങ്ങളും ക്രിസ്തീയതയിൽ അപ്രസക്തമാണ്. വിശ്വാസമാണ് പരമപ്രധാനമായി നിൽക്കുന്ന കാര്യം. അതിൽ നിന്നാണ് ബാക്കി പുണ്യങ്ങൾ പ്രവഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വിശ്വാസം ഇല്ലാതെ ബാക്കി പുണ്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പൊ വിശ്വാസത്തെ പുണ്യം കൊണ്ട് ബലപ്പെടുത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതെല്ലാം ദുർബലമാകുമെന്നാണ് പത്രോസ്ലിഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പൊ ജീവിത സാക്ഷ്യമില്ലാത്ത വിശ്വാസം ദുർബലവും നാശോന്മുഖവുമാണ്. നമുക്ക് ഇത്രയൊന്ന് ഇമാജിൻ ചെയ്യാം. ഒരു പ്രത്യേക സമൂഹം പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെടുന്നവരെ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ തുടങ്ങുമ്പോൾ വിശ്വാസത്തെയും ധാർമ്മിക ജീവിതത്തെയും കുറിച്ചുള്ള പ്രബോധനങ്ങളാണ് പത്രോസ്ലിഹ അവരെ ധൈര്യപ്പെടുത്താനായി നൽകുന്നത്. അപ്പൊ ഇതിനകത്തെ ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ അടുത്ത ഒരു ലേഖനത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ലേഖനം എന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാന്റെ ലേഖനങ്ങളാണല്ലേ. യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനങ്ങളാണ്. യോഹന്നാൻ ശ്ലീഹായുടെ പേരിൽ നമുക്കൊരു സുവിശേഷമുണ്ട്, 3 ലേഖനങ്ങളുണ്ട്. പിന്നെ നമുക്ക് എന്താണുള്ളത്? നമ്മൾക്ക് വെളിപ്പാട് പുസ്തകമുണ്ട്. ഒരുപക്ഷെ യോഹന്നാൻ ശ്ലീഹ തന്നെ എഴുതിയതാവണമെന്നില്ല, പക്ഷെ ഇത് യോഹന്നാൻ കമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയും. യോഹന്നാൻ കമ്മ്യൂണിറ്റി. യോഹന്നാൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാൻ സ്ഥാപിക്കുകയും പിന്നീട് വളർത്തുകയും ചെയ്ത സഭാ സമൂഹങ്ങളിൽ പെട്ടവരായിരിക്കും ഒരുപക്ഷെ, ആ സർക്കിളുകളിൽ പെട്ടവരായിരിക്കും ഒരുപക്ഷെ ഈ ലേഖനങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സുവിശേഷം തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെവലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഈ യോഹന്നാൻ എപ്പിസൽസ് എന്ന് പറയുമ്പോഴും യോഹന്നാൻ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴും മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമുക്കിവിടെ 3 ലേഖനങ്ങളാണ് നമുക്കിവിടെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായിൽ അട്രിബ്യൂട്ടഡ് ആയിട്ടുള്ളത്. 3 ആണ്. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ നമ്മൾ പറയുന്നല്ലേ. ആദ്യത്തേത് മാത്രമാണ് ഇച്ചിരി വലിപ്പമുള്ളത്, ബാക്കി രണ്ടും ചെറുതാണ് അല്ലേ. 3 ജോൺ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ലേഖനമാണ്. അപ്പൊ ഇവിടെ എന്താണ് ഇതിന്റെ കാതൽ? ഈ ലേഖനങ്ങളിൽ കൂടി ഈ ലേഖനകർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദൈവവും മനുഷ്യനുമായ ചരിത്രത്തിലെ യേശുവിനെ അറിഞ്ഞ് അവിടുത്തെ പ്രബോധനങ്ങൾ, പ്രത്യേകിച്ച് സ്നേഹത്തിന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുകയാണ് ക്രൈസ്തവ ധർമ്മം എന്നാണ് ലേഖനങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹ എന്ന് പറയുമ്പോൾ തന്നെ സ്നേഹം എന്ന് പറയുന്ന ഒരു ചിന്ത നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നതാണ്. അപ്പൊ ഇവിടെ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ സുവിശേഷകനായ യോഹന്നാൻ ശ്ലീഹയുടെ പേരിലാണ് ഈ 3 ലേഖനങ്ങളും പരമ്പരാഗതമായിട്ട് അറിയപ്പെടുന്നത്. കാരണം 3 ലേഖനങ്ങൾ, അതിന്റെ പ്രയോഗം, ചില ശൈലി, ആശയം ഒക്കെ തമ്മിൽ വളരെയേറെ അടുപ്പമുണ്ട്. ഇപ്പൊ യോഹന്നാൻ സുവിശേഷവുമായി വളരെ അടുപ്പമുള്ളവയാണ് 1 യോഹന്നാൻ 1-ാമത്തെ ലേഖനം എന്ന് പറയുന്നത്. അപ്പം ഈ 1ഉം 3ഉം
സുവിശേഷകനായ യോഹന്നാൻ്റേത് തന്നെയായിട്ടാണ്, ഒന്നും രണ്ടും മൂന്നും സുവിശേഷകനായ യോഹന്നാൻ്റേത് തന്നെയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. പക്ഷെ തർക്കങ്ങൾ, പണ്ഡിതരുടെ ഇടയിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഇപ്പോൾ ഇവിടെ ഒത്തിരി വലിയ കാര്യമായിട്ട് നമ്മളുടെ പുസ്തകത്തിൽ ഡിസ്കഷൻസ് അതിനെപ്പറ്റി ഇല്ല. എന്നാലും കുറച്ചുണ്ട്, എങ്കിലും അത് അത്ര വലിയൊരു ഡിസ്കഷൻ എടുക്കേണ്ടത് അത്രയില്ല. അപ്പോൾ നമ്മൾ നോർമലി എന്തായിട്ട് മനസ്സിലാക്കുക, ഇത് മൂന്നും ഒരേ ഗ്രന്ഥകാരൻ്റേതാണെന്ന് നമുക്ക് അനുമാനിക്കാം. പിന്നെ ഇതിനകത്ത് വരുന്ന ആശയങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ. ഈ സമാന്തര സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നാലാമത്തെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം നിൽക്കുന്നതിന് തന്നെ കാരണം അതിനകത്ത് മറ്റു സുവിശേഷങ്ങളിൽ കാണാത്ത ഒത്തിരി പ്രത്യേകതകളുണ്ട്, ഒരുപാട് ആശയങ്ങളുണ്ട്, ഒരുപാട് വാക്കുകളുണ്ടെന്നുള്ള ആ വാക്കുകളൊക്കെ ഈ ലേഖനങ്ങളിലും വരുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രത്യേക സഭാ സമൂഹത്തിൽ നിന്നും ഉയർക്കൊണ്ടതാകാൻ, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് ഉയർക്കൊണ്ടതാകാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ഒരു കാരണം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഇനി ഇത് ആർക്കാണ് എഴുതിയതെന്നൊരു ചോദ്യം ഉണ്ടല്ലേ. ആർക്കാണ് എഴുതിയത്? നമുക്കറിയാം, വിശുദ്ധ യോഹന്നാൻ സഭാസമൂഹം സ്ഥാപിക്കുന്നത് ഏഷ്യ മൈനറിലെ എഫേസുസിലാണ്. എഫേസുസ്, പിന്നെ അദ്ദേഹം ഫാത്മോസിലേക്ക് നാട് കടത്തപ്പെടുന്നു, അവിടെ വെച്ച് മരിക്കുന്നു എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ എഫേസുസിന് ചുറ്റുമുള്ള ഈ സമൂഹങ്ങൾക്ക് വേണ്ടിയാണ് ഈ ലേഖനങ്ങൾ എഴുതിയതെന്നൊരു പൊതു അഭിപ്രായമുണ്ട്. അപ്പൊ ലേഖനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ സഭകളിൽ യഥാർത്ഥ ക്രിസ്തു ദർശനത്തെക്കുറിച്ചും ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചും വ്യത്യസ്ത പഠനങ്ങളും വിഭാഗതികളും ഒക്കെ ഉടലെടുത്തുകൊണ്ടിരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അപ്പം നമുക്കറിയാം, ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് അബദ്ധ പഠനങ്ങളുടെ കാലഘട്ടമാണ്. പതുക്കെ പതുക്കെ ഈശോയുടെ മനുഷ്യത്വത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ, ഈശോയുടെ ദൈവത്വത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ, യഹൂദരിൽ നിന്ന് വന്നവര്, യഹൂദ ക്രിസ്ത്യാനികൾക്ക് യഹൂദ ചിന്താഗതികളോടുള്ള താല്പര്യം കൂടുതൽ, വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വിജാതീയ ജീവിത രീതിയോടുള്ള താല്പര്യം കൂടുതൽ, ഇങ്ങനെ പല പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന കമ്മ്യൂണിറ്റികളാണ് നമുക്ക് ഈ കാലഘട്ടത്തിലുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ യഥാർത്ഥമായി ഈശോയെ പറ്റിയുള്ള ജ്ഞാനം നൽകി ക്രിസ്തുവിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ഒക്കെയാണ് ഈ ലേഖനങ്ങളുടെ ആത്യന്തികമായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ രചനാകാലം, ഇപ്പോൾ ബൈബിൾ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏകദേശം ക്രിസ്തുവർഷം 90-നും 105-നും ഇടയിലാണ് ഈ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടതെന്നാണ് സാധാരണഗതിയിൽ അനുമാനിക്കുന്നത്. അപ്പം നമ്മൾ സുവിശേഷമാണ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളൊരു 100 വരെയുള്ള ടൈമാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഇപ്പം ഇവിടെ 90-നും 105-നും ഇടയ്ക്കെന്ന് പറഞ്ഞ് നമ്മളൊരു സേഫ് സോണിലേക്ക് കയറി നിൽക്കുവാണ്. പിന്നെ യോഹന്നാന്റെ ലേഖനങ്ങളും സുവിശേഷങ്ങളും അല്ലേ, ഇത് തമ്മിൽ വളരെയേറെ സാമ്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പൊതുവായ കുറച്ച് സവിശേഷതകളും ആശയങ്ങളും ഒക്കെ നമ്മൾ പറയുകയാണെങ്കിൽ, ഒന്നാം ലേഖനവും സുവിശേഷമായിട്ടാണ് കൂടുതൽ ബന്ധമുള്ളത്, ഒന്നാം ലേഖനവും സുവിശേഷമായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ വാക്കുകൾ ഈ സുവിശേഷത്തിലും ഒന്നാമത്തെ ലേഖനത്തിലും വരുന്നതായിട്ട് നമുക്ക് കാണാം. ഒന്ന് ജീവനാണ് അല്ലേ, ജീവൻ, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യോഹന്നാൻ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് നമ്മളുടെ ഈ ലേഖനത്തിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട് തുടക്കത്തിൽ തന്നെ. ഇനി നിത്യജീവൻ, അത് യോഹന്നാൻ ശ്ലീഹ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക പദമാണ് നിത്യജീവൻ. സിനോപ്റ്റിക്സിൽ നമ്മൾ കിങ്ഡം ഓഫ് ഗോഡ് അല്ലേ, ദൈവരാജ്യം എന്നൊക്കെ കാണുമ്പോൾ അതിനൊക്കെ ബദലായിട്ട് യോഹന്നാൻ ശ്ലീഹ ഉപയോഗിക്കുന്ന പദം നിത്യജീവൻ എന്നാണ്. പിന്നെ പ്രകാശവും അന്ധകാരവും, സത്യം, അങ്ങനെ കുറേ അധികം പദങ്ങൾ ഇവർക്ക് ഈ ഒന്നാമത്തെ ലേഖനവും സുവിശേഷവുമായിട്ടുണ്ട്. പിതാവ്, പുത്രൻ, വസിക്കുക, പുതിയ കൽപ്പന, പരസ്പരം ക്ഷമിക്കുക, വിശ്വാസികളുടെ സന്തോഷം പൂർണ്ണമാവുക, ഈശോ സഹായകൻ, അതായത് പാരക്ലേറ്റ്, ആ ഒരു ആശയങ്ങളൊക്കെ തമ്മിൽ വളരെയേറെ സാമ്യങ്ങളുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് വ്യത്യാസങ്ങൾ ഒത്തിരി ഉണ്ട്. സുവിശേഷ ലേഖനങ്ങൾ തമ്മിൽ സാമ്യങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും വ്യത്യാസങ്ങളും ഏറെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു ചരിത്ര ദൈവശാസ്ത്ര പശ്ചാത്തലമേ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഒന്ന് 2 വിഭാഗക്കാർ ഇവരുടെ കൂട്ടത്തിലുണ്ട്. ഒന്ന് യഹൂദ ക്രൈസ്തവരാണ്, ഒന്ന് യവന ക്രൈസ്തവരാണ്. അപ്പോൾ ഈ യഹൂദ ക്രൈസ്തവർക്ക് എന്നാ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അവര് ഈശോയുടെ ദൈവത്വത്തെക്കുറിച്ചും മിശിഹാത്വത്തെക്കുറിച്ചുമുള്ള വിശ്വാസത്തിലുള്ള ഒരാഴക്കുറവുണ്ട്. പക്ഷേ ഇവർക്ക് എന്തുണ്ട്? യഹൂദ നിയമത്തോടും പാരമ്പര്യ അനുഷ്ഠാനങ്ങളോടും അമിതമായ താല്പര്യവും വിധേയത്വമുണ്ട്. അതാ പറഞ്ഞത്, ഈ യഹൂദ മെന്റാലിറ്റിക്കാർക്ക് അവരുടെ നിയമങ്ങളോടും പാരമ്പര്യങ്ങളോടും ഒക്കെ ഭയങ്കരമായിട്ടുള്ളൊരു വിശ്വാസം ഉള്ളപ്പോൾ ഈശോയുടെ ദൈവത്വത്തെക്കുറിച്ചും
മിശിഹാത്വത്തെക്കുറിച്ചും ഒക്കെയുള്ള ചെറിയൊരു വിശ്വാസ ആഴക്കുറവ്. ഇത് ശരിക്കും ഇവൻ തന്നെയാണോ മിശിഹ എന്ന് അവർ പണ്ട് ചോദിച്ച ചോദ്യം തന്നെ ഇവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണ്. ഇനി യവന ക്രൈസ്തവരുണ്ടല്ലേ, അപ്പോൾ അവർക്ക് വിജാതീയ സംസ്കാരങ്ങളോടും ജീവിതക്രമങ്ങളോടും ഒക്കെ കൂടുതൽ ആഭിമുഖ്യം കാണിക്കുക. ഇത് ഏതൊരു കമ്മ്യൂണിറ്റിയും ഫേസ് ചെയ്യുന്ന കാര്യമാണ്. വ്യത്യസ്തരായ മനുഷ്യർ ഒന്നിച്ച് ജീവിക്കുന്ന ഏതൊരു കമ്മ്യൂണിറ്റിയിലും ഈ വ്യത്യസ്തതകൾ എപ്പോഴും ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത് നമ്മൾ കാണാറുണ്ട്. അതേ പ്രതിസന്ധിയാണ് നമ്മളുടെ ഈ യോഹന്നാൻ കമ്മ്യൂണിറ്റിയിലും ഉള്ളത്. അപ്പൊ ഈ കാഴ്ചപ്പാട് ഇങ്ങനെ വളർന്നു പറഞ്ഞ് എന്തിലേക്കായി കാണും? അബദ്ധ പഠനങ്ങളിലേക്കും ഭിന്നിപ്പുകളിലേക്കും ഒക്കെ എത്തിയിട്ടുണ്ടാകും. അപ്പൊ ഇവരുടെ ഇടയ്ക്ക് എന്തൊക്കെ വന്നിട്ടുണ്ടാകും? വിയോജിപ്പ് വന്നിട്ടുണ്ടാകും, ശത്രുത വന്നിട്ടുണ്ടാകും, മാത്സര്യം, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. അങ്ങനെ വരുംതോറും എന്തായാലും ഇവർ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകും അല്ലേ? ക്രിസ്തീയ സ്നേഹത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. പിന്നെ അങ്ങനെ ഇവർ തമ്മിലുള്ള സ്പർദ്ധകൾ കൂടുമ്പോൾ ഇവരുടെ ധാർമ്മികമായ പെരുമാറ്റങ്ങളിലും സ്വഭാവത്തിലൊക്കെ വ്യത്യാസം വരാനും സാധ്യതയുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കൂട്ടർ ഒരുമിച്ച് കമ്മ്യൂണിറ്റിയിലുണ്ട്. അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ഏരിയകളിലാണ്. ഒന്ന് തിയോളജിയാണ് അവരുടെ, ദൈവശാസ്ത്രത്തിലുള്ള അവരുടെ പ്രശ്നം. എത്തിക്സ്, ധാർമ്മിക തലത്തിലുള്ള അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ എസ്കറ്റോളജി. അപ്പൊ ഇവിടെ രണ്ടു കൂട്ടരോടും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി യോഹന്നാൻ പറയുന്നത് എന്താണ്? ഈശോ ദൈവവും മനുഷ്യനുമാണ്. ഈ ഒരു ക്രിസ്തു ദർശനമാണ് ഇവിടെ യോഹന്നാൻ ശ്ലീഹ അവരോട് പങ്കുവയ്ക്കുന്നത്. ഈശോ ഒരേ സമയത്ത് ദൈവവുമാണ്, ഒരേ സമയത്ത് മനുഷ്യനുമാണ്. അതാണ് നമ്മൾ ഈ ലേഖനത്തിലും സുവിശേഷത്തിലും ഒക്കെ ഇങ്ങനെ ആവർത്തിച്ച് കാണുന്ന കാര്യം. ഇനി മൂന്നാമത്തെ ലേഖനത്തിലേക്ക് നമ്മൾ കിടക്കുവാണെന്ന് നോക്കിയേ. യോഹന്നാൻ സമൂഹത്തിൽ 1ഉം 2ഉം ഏകദേശം ഒരുപോലെ പോകുന്നതാണ്. യോഹന്നാൻ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്ന ഒരാള്, അയാളുടെ സമൂഹത്തെ സംബന്ധിക്കുന്നതാണ് യോഹന്നാന്റെ 3ആം ലേഖനം. അപ്പൊ ഇവിടെ ദൈവശാസ്ത്ര വിഷയങ്ങളല്ല. 3ആമത്തെ ലേഖനം എത്തുമ്പോഴത്തേനും സഭാഘടനയും അധികാരവും ഒക്കെയാണ് ചോദ്യമായിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടം ആകുമ്പോഴത്തേനും നേതൃത്വത്തെ പറ്റിയുള്ള ശങ്കകളും അവർക്കിടയിലുള്ള സ്പർദ്ധകളും ഒക്കെ പതുക്കെ വളർന്നു വരാൻ തുടങ്ങി എന്ന് നമ്മൾ അനുമാനിക്കണം അല്ലേ? ഇനി നമ്മൾ കാണേണ്ട കാര്യമാണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്താണെന്നുള്ള 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് പുസ്തകത്തിൽ പറയുന്നത്. ഒന്ന്, യോഹന്നാൻ സമൂഹത്തിലുള്ളവരുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ക്രൈസ്തവ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തുക. രണ്ടാമത്തത്, അപ്പസ്തോലിക സുവിശേഷാനുസരണം ജീവിക്കാൻ പ്രേരിപ്പിക്കുക. അപ്പസ്തോലന്മാര് ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് പഠിച്ച കാര്യം അവരിൽ നിന്നും കണ്ടുപഠിക്കാൻ, അപ്പൊ അവർ പറയുന്നതിനനുസരിച്ച് ജീവിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുക. ഇതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈശോയുടെ ശരിക്കുള്ള വ്യക്തിത്വത്തെ മനസ്സിലാക്കണം. ക്രിസ്തീയ ധാർമ്മികതയ്ക്ക് അനുസരിച്ച് ദൈവമക്കൾ എന്ന നിലയിൽ പ്രകാശത്തിൽ ജീവിക്കുകയും വേണം. ഇതിനു വേണ്ടിയാണ് ഇവരെ പ്രേരിപ്പിക്കുന്നത്. ഇനി മൂന്നാമത്തതാണ്, ഈ തെറ്റായ പഠനങ്ങളും അധാർമിക ജീവിത രീതികളും ഒക്കെ പുലർത്തുന്നവരുടെ സിദ്ധാന്തങ്ങളെയും രീതികളെയും ഒക്കെ അപ്പാടെ തള്ളിക്കളഞ്ഞേക്കുക അല്ലേ? പറ്റുവാണെങ്കിൽ അവരെ തിരുത്തിയേക്കുക. അപ്പൊ അങ്ങനെ ചെയ്യും തോറും കൂടുതൽ പേര് ഈ അബദ്ധ പഠനങ്ങളിലേക്ക് വീണു പോകാതിരിക്കാനും അങ്ങനെ സഭയുടെ ഐക്യം നിലനിർത്താനും സാധിക്കുമെന്നാണ് ഈ ലേഖനത്തില് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. ഇനിയുള്ള ഒരു ചോദ്യമാണ്, ആരാണ് ഈ എൽഡർ എന്നുള്ളതല്ലേ? നമ്മൾ ഇതിനകത്ത് സഭാശ്രേഷ്ഠൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്. സഭാശ്രേഷ്ഠന്, ഈ സഭാശ്രേഷ്ഠൻ എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഒരു ഡെസിഗ്നേഷൻ ഫോർ എ ചർച്ച് ഓഫീസാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ബിഷപ്പ്, ഡീക്കൻ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു നെയിമാണ്. അതുപോലെ തന്നെ അത് ഒരു തരത്തിലുള്ള അർത്ഥമായിട്ട് നമുക്ക് കണക്കാക്കാം. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത്, എൽഡർ എന്ന് പറയുന്നത് സഭാ സമൂഹത്തിൽ ഒരുപാട് കാലം ജീവിച്ചതും ഈ ഒരു പാരമ്പര്യത്തിന്റെ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ്, ഒരു നോളജ് ഉള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഒപ്പം നടന്നവരോ, ഈശോയെ കേട്ടവർ, ഈശോയെ കണ്ടവര്, അങ്ങനെ ഒരു ഫസ്റ്റ് ഹാൻഡ് നോളജ് ഈ ഒരു പാരമ്പര്യത്തെ പറ്റിയുള്ളവര്, അവരെ എന്തെന്ന് വിളിക്കാം? അവരും എൽഡർ എന്ന് വിളിക്കപ്പെട്ടിരിക്കാം. അപ്പൊ ഇത് രണ്ടും ഈ ഒരു വ്യക്തിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലേ? അതായത് ആദിമ കാലഘട്ടത്തിൽ ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർ പലയിടങ്ങളിൽ പോയി സഭകൾ സ്ഥാപിക്കുമ്പോൾ അവരെന്താണ്, അവർക്ക് നൽകിയിരിക്കുന്ന ഒരു ശ്രേഷ്ഠമായ ഒരു സ്ഥാനിക പേരായിരിക്കും എൽഡർ എന്ന് പറയുന്നത്. ഇനി അല്ലെങ്കിൽ ഈ ഫസ്റ്റ് ഹാൻഡ് ട്രഡീഷൻ, ഈശോയുടെ ഒപ്പം ജീവിച്ച് ഈശോയുടെ ഒപ്പം നടന്ന് ഈശോയെ അനുഭവിച്ച ഇവരുടെ ഒരു ഫസ്റ്റ് ഹാൻഡ് നോളജ്, ആ ട്രഡീഷൻ, അങ്ങനെ ഉള്ളവരെയും കൂടെ എൽഡർ എന്ന് വിളിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറയുന്ന സഭാശ്രേഷ്ഠൻ എന്ന് പറയുന്നത് ഈ യോഹന്നാൻ ശ്ലീഹ തന്നെ ആയിരിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി
ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. ചില മാനദണ്ഡങ്ങൾ പറഞ്ഞേച്ച് ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് കണ്ടോ, ദൈവം പ്രകാശം ആയതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ പ്രകാശത്തില് ചരിക്കണം. ദൈവം നീതിമാനായതുകൊണ്ട് നമ്മൾ നീതി പ്രവർത്തിക്കണം. ദൈവസ്നേഹമായതുകൊണ്ട് സ്നേഹിക്കുന്നവർ ദൈവത്തിൽ നിന്നും ജനിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ എന്തായിരിക്കണം? സ്നേഹമായിരിക്കണം. അങ്ങനെ ഈ രീതിയിലുള്ള ഒരു അവതരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലേഖനത്തിന്റെ പൊതുവായ ഒരു ഘടന ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ചില മാനദണ്ഡങ്ങൾ പറയും, ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ജീവിക്കാനായിട്ടാണ് പറയുന്നത്. ഇനി ലേഖനത്തിന്റെ ഘടന പ്രധാനമായിട്ടും 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഘടനയൊക്കെ നമുക്ക് ഇച്ചിരി ബോറിംഗ് ആയിട്ട് തോന്നും അല്ലെ. പക്ഷെ ആ ഒരു ലേഖനത്തിന്റെ മുഴുവൻ കണ്ടന്റ് കിട്ടാൻ ഈ ഘടന നമ്മളെ സഹായിക്കും കേട്ടോ. നിങ്ങൾ ഘടന മാത്രം ഓർത്തിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റുമായിരിക്കും. 1-ാം ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ കാര്യത്തെ ബേസ് ചെയ്ത് തന്നെ വരുന്നതാണ്. ദൈവം പ്രകാശമാണ്, ദൈവം നീതിമാനാണ്, ദൈവസ്നേഹമാണ് അല്ലേ. അപ്പൊ പ്രകാശത്തിൽ നടക്കുന്നവര് ദൈവത്തോട് കൂടെ നടക്കുന്നു. നീതി ചെയ്യുന്നവര് ദൈവത്തിന്റെ പുത്രരാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും ജനിച്ചവരാണ്. സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്നും ജനിക്കുന്നവരാണ്. അപ്പൊ ഈ ആമുഖം വെച്ചിട്ട് ഇങ്ങനെ ഒരു 3 ഭാഗത്തായിട്ടാണ് തൻ്റെ ആർഗ്യുമെന്റ്സുകൾ മുഴുവനും യോഹന്നാൻ ശ്ലീഹ കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇതിനൊരു ഉപസംഹാരവും ഒരു ചെറിയ അനുബന്ധവും കൊടുത്തിട്ടാണ് ഈ ഒരു ലേഖനങ്ങൾ തീരുന്നത്. ഇനി നമുക്കറിയാം 2-ാമത്തെ ലേഖനത്തിലേക്ക് നമ്മൾ നോക്കിയാൽ, 2-ാമത്തെ ലേഖനം എന്ന് പറയുന്നത് ഈ ഓതറ് ഒരുപാട് അകലെ നിന്നും മറ്റൊരു കമ്മ്യൂണിറ്റിക്ക് എഴുതുന്നത് പോലെയാണ് എഴുതിയേക്കുന്നത്. അതായത് ഈ ലേഖനകർത്താവ് ആ കമ്മ്യൂണിറ്റി തന്നെയുള്ള ആളല്ല എന്ന് ചുരുക്കം. അപ്പൊ ഇവിടെ ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത്? പലപ്പോഴും തർക്കങ്ങൾക്ക് വിഷയമായിട്ടുള്ള ഒരു പേരാണതല്ലേ. ദ ഇലക്ട് ലേഡി ആൻഡ് ഹെർ ചിൽഡ്രൻ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മഹതി, അവളുടെ കുട്ടികള്, അവരെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പല പഠനങ്ങളും ഇതിനെപ്പറ്റി നടന്നിട്ടുണ്ടെങ്കിലും കാര്യമായിട്ടുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇത് സഭാ സമൂഹത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇലക്ട് ലേഡി ആൻഡ് ഹെർ ചിൽഡ്രൻ എന്ന് പറയുന്നത് ഈ സഭാ സമൂഹത്തെയും ആ സഭാ സമൂഹത്തിലെ അംഗങ്ങളെയുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ യോഹന്നാൻ സമൂഹത്തിൽ നിന്നും ഒരു കൂട്ടര് അബദ്ധ പഠനങ്ങളിൽപ്പെട്ട് അവർ ഈ മാതൃസഭയിൽ നിന്നും വേർപെട്ടു പോയവരാണ്. സെസഷനിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇവര് വേർപെട്ടു പോയവരെന്താണ്? അവർ മറ്റ് കമ്മ്യൂണിറ്റികളിലും ചെന്ന് അവരുടെ കൂട്ടത്തിലേക്ക് ആളെ കൂട്ടാൻ നോക്കുവാണ്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ എന്ത് ചെയ്യാണ്? ഇവര് ഈ ഇലക്ട് ലേഡീന്റെ സഭയിലേക്ക്, ഇലക്ട് ലേഡി എന്ന് പറയുന്ന ആ സഭയിലേക്ക് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. അവരെത്താൻ സാധ്യതയുണ്ട്. ആ സാധ്യതയെ മുമ്പിൽ കണ്ടിട്ട് ഈ പ്രിസ്ബിറ്റർ, നമ്മൾ എൽഡർ എന്ന് പറഞ്ഞാൽ അല്ലേ, ഈ സഭാശ്രേഷ്ഠൻ എന്ത് ചെയ്യുകയാണ്? ഇവർ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ട് നേരത്തെ ഇവർക്ക് എഴുതുന്ന കത്താണ് ഈ 2-ാം ലേഖനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് DT എന്ന് മനസ്സിലാക്കുവാണ്. അവിടുത്തെ സാഹചര്യമാണ്. സാഹചര്യം എന്ന് പറയുന്നത് ഈ മാതൃസഭയിൽ നിന്നും വേർപെട്ടു പോയ കുറച്ച് പേരുണ്ട്. അബദ്ധ പഠനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണോ വേർപെട്ടു പോയവർ. ഈ വേർപെട്ടു പോയവർ അവരവരുടേതായ സഭ ഉണ്ടാക്കുന്നുണ്ട്. ഇവരുടെ സഭയിലേക്ക് ആളെ കൂട്ടാൻ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റ് സഭാ സമൂഹങ്ങളിലേക്ക് ചെന്നിട്ട് അവിടെയുള്ളവരെ ഇവരുടെ അബദ്ധ പഠനങ്ങളിലേക്ക് പിടിച്ചിടുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ ഈ മിഷണറീസ്, ഈ അബദ്ധ പഠനക്കാർ അവിടെ എത്തുന്നതിനേക്കാളും മുമ്പ്, അവർ ആ സഭാ സമൂഹത്തിൽ ചെന്ന് പിളർപ്പുണ്ടാകുന്നതിനേക്കാൾ മുമ്പ് അവരെ വോൺ ചെയ്യുകയാണ് ഈ 2-ാം ലേഖനത്തില് യോഹന്നാൻ ശ്ലീഹ ചെയ്യുന്നത്. ഇനി 3-ാം ലേഖനം എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു സ്റ്റോറിയാണ്. 3 പേരാണ് ഇതിനകത്ത് കഥാപാത്രങ്ങളുള്ളത്. ഒന്നൊരു ദിയോത്രിഫസ്, ഗായിയസ്, ദെമിത്രിയോസ്, ഇങ്ങനെ 3 പേരാണുള്ളത്. ഈ ദിയോത്രിഫസ് എന്ന് പറയുന്ന ഒരു ലോക്കൽ ലീഡറാണ്. ദിയോത്രിഫസ് എന്ന് പറയുന്ന ഒരു ലോക്കൽ ലീഡർ ഓഫ് എ കമ്മ്യൂണിറ്റിയാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം അതായത് നിങ്ങൾ ഓർക്കണം, യോഹന്നാൻ ശ്ലീഹ ഉള്ളത് ഒരൊറ്റ കമ്മ്യൂണിറ്റിയിലാണ്. അദ്ദേഹം എഫേസോസിലെ ഒത്തിരി സഭകൾ, ഏഷ്യ മൈനറിൽ ഇങ്ങനെ കുറേ സഭകൾ സ്ഥാപിക്കുവാണ്. അപ്പൊ ഈ സഭാ സമൂഹങ്ങളിലെല്ലാം ആരുണ്ട്? ഓരോ ലീഡേഴ്സിനെ വെച്ചിട്ടാണ് തിരിച്ചു വരുന്നത് അല്ലേ. പക്ഷെ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ദിയോത്രിഫസ് ആയിരുന്നു ലോക്കൽ ലീഡർ.
പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ ആരെയും, യോഹന്നാന്റെ അടുത്തുനിന്ന് വരുന്ന ആരെയും സ്വീകരിക്കില്ല. അതുപോലെ തന്നെ വേർപെട്ടു പോയവരെയും സ്വീകരിക്കില്ല. ഞാൻ മാത്രമാണ് എന്റെ നേതാവ് എന്നുള്ള രീതിയിലാണ് ദിയോത്രഫിസ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഗായൂസ് ഉണ്ടല്ലേ? ഗായൂസ് എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു വെൽത്തി മാൻ ആണ്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യണം? നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം, മിഷണറീസിനെ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി കാണിക്കും. അവരെ അവരുടെ വീടുകളിൽ താമസിപ്പിക്കും, ഭക്ഷണം കൊടുക്കും, വസ്ത്രം കൊടുക്കും, അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്യും. അതൊരു മിഷണറിയുടെ അവകാശമായിട്ടാണ് സാധാരണഗതി പൗലോസ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇദ്ദേഹം എന്താണ്? ഈ ഗായൂസ് ഒരു വെൽത്തി മാനാണ്. അദ്ദേഹം മിഷണറീസിനെ സ്വീകരിക്കാനും അവർക്ക് വേണ്ടുന്ന സൗകര്യം ചെയ്തു കൊടുക്കാനും ഒക്കെ സന്നദ്ധനാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ലെറ്ററിൽ കൂടെ നമ്മളുടെ ഈ ലെറ്റർ കൊടുത്തു വിടുന്നത് ആരാന്നറിയോ? ഈ മിഷണറി ആണ്. അതാണ് ദെമിത്രിയൂസ്. അപ്പൊ പ്രിസ്ബിറ്റർ ഗായൂസിന്റെ അടുത്തേക്ക് വിടുന്ന റെപ്രസെന്റേറ്റീവ് ആണ് ദെമിത്രിയൂസ്. ഓക്കെ. അപ്പോൾ ഇദ്ദേഹം എന്താണ്? ഇദ്ദേഹം ടേക്ക് മോർ റെസ്പോൺസിബിലിറ്റി ടു ഹെൽപ്പ് മിഷണറീസ്. അദ്ദേഹം റെഡിയാണ്. അപ്പോൾ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ദെമിത്രിയൂസിനെ വിടുമ്പോൾ യോഹന്നാൻ ശ്ലീഹ നമ്മളുടെ ഗായൂസിനോട് പറയുകയാണ്, നീ അവിടെ ദിയോത്രഫിസ് മറ്റൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നിൽപ്പുണ്ടല്ലേ, അപ്പൊ അവന് ബദലായിട്ട് നീ ഒരു കമ്മ്യൂണിറ്റി, സത്യസന്ധമായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി നീ ഓപ്പൺ ചെയ്യണം, എ റൈവൽ കമ്മ്യൂണിറ്റി ടു ദാറ്റ് ഓഫ് ദിയോത്രഫിസ്. അപ്പൊ ഇതാണ് ഈ ലേഖനകർത്താവ് ദെമിത്രിയൂസിൽ കൂടി ഗായൂസിന് നൽകുന്ന ഉപദേശം. നീ അവിടെ ഒരു പുതിയ കമ്മ്യൂണിറ്റി തുടങ്ങണം. അപ്പൊ ഈ ദെമിത്രിയൂസിന്റെ ഡ്യൂട്ടി എന്താണ്? ഈ ഹിസ് മിഷൻ ഈസ് ടു സ്പ്രെഡ് ദ ട്രൂ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിന്റെ സത്യസന്ധമായ ഒരു വ്യാഖ്യാനം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഗായൂസ് എന്ത് ചെയ്തു? ദെമിത്രിയൂസിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഗായൂസ് ഇസ് കോൾഡ് ആസ് എ ഫെലോ വർക്കർ ഓഫ് ട്രൂത്ത്. അപ്പോൾ ദെമിത്രിയൂസിന്റെ കൂട്ടത്തില് വർക്ക് ചെയ്യുമ്പോൾ ദെമിത്രിയൂസ് പറയുന്നതാണ്, ഗായൂസ് ഇസ് കോൾഡ് ആസ് എ ഫെലോ വർക്കർ ഓഫ് ട്രൂത്ത്. സത്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലെ സഹകാരിയായിട്ടാണ് ഗായൂസിനെ ഇവിടെ നമ്മൾ ഈ ലേഖനത്തിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് 3 കഥാപാത്രങ്ങൾ: ദിയോത്രഫിസ്, ഗായൂസ്, ദെമിത്രിയൂസ്. അപ്പൊ ഈ ദിയോത്രഫിസ് ഒരു ലോക്കൽ ലീഡറാണ്, ഗായൂസ് ഒരു വെൽത്തി മാൻ ആണ്, ദെമിത്രിയൂസ് മിഷണറി ആണ്. ഇനി ഇവരുടെ 3 പേരുടെ ഡ്യൂട്ടികളാണ്, അല്ലേ? ദിയോത്രഫിസ് പുതിയൊരു കമ്മ്യൂണിറ്റി, റൈവൽ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുവാണ്, യോഹന്നാൻ ശ്ലീഹായുടേതിന് എതിരായിട്ടുള്ള മറ്റൊരു കമ്മ്യൂണിറ്റി. ഗായൂസ് എന്താണ്? എല്ലാ മിഷണറീസിനെ സ്വീകരിക്കുക, അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹം പറയുവാണ്, ഇനി നമ്മൾക്ക് ഒരു പുതിയ കമ്മ്യൂണിറ്റിയും കൂടെ അവിടെ തുടങ്ങണം എന്നുള്ളതാണ് പറയുന്നത്. ദെമിത്രിയൂസ് ആണ് ഈ ഒരു മെസ്സേജ് ക്യാരി ചെയ്യുന്നയാള്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് സത്യത്തിൽ അധികാരത്തെ ചൊല്ലിയുള്ള പ്രശ്നമാണ് ഈ 3-ാമത്തെ ലേഖനത്തിൽ നമ്മൾ മെയിനായിട്ട് കാണുന്നത്. ഇനി നമ്മൾ നമ്മളുടെ 7-ാമത്തെ ലേഖനത്തിലേക്ക് അടക്കുകയാണ്. 7-ാമത്തെ ലേഖനം ഏതാണ്? യൂദാസിന്റെ ലേഖനം, അല്ലേ? യൂദാസ് ലിഹായുടെ ലേഖനം. നമ്മൾ നേരത്തെ പറഞ്ഞോളെ വിശുദ്ധ യാക്കോബിന്റെ ലേഖനത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് പോലെ തന്നെയാണ്. പുതിയ നിയമത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് യൂദാസ് ലിഹായുടെ പേരിൽ അറിയപ്പെടുന്ന ഒറ്റധ്യായവും 25 വാക്യങ്ങളും മാത്രമുള്ള നമ്മുടെ ഈ ലേഖനം. ഈ ലേഖനത്തെ പറ്റി നമുക്കറിയാം, യൂദാസ് ലിഹായെ പോലെ തന്നെയാണ് അധികമൊന്നും അറിയപ്പെടാത്ത, പൊതുവെ അവഗണിക്കപ്പെടുന്നതുമായ ഒരു ഗ്രന്ഥമാണ് കാതോലിക ലേഖനങ്ങളുടെ കൂട്ടത്തിലെ ഈ പുസ്തകം. സാധാരണഗതിയിൽ തന്നെ കാതോലിക ലേഖനങ്ങൾ അത്ര അറിയപ്പെടുന്ന ലേഖനങ്ങളല്ല. അതിൻ്റെ കൂട്ടത്തിൽ ഒട്ടും അറിയപ്പെടാത്തതാണ് നമ്മുടെ യൂദാസ് ലിഹായുടെ ലേഖനം എന്ന് പറയുന്നത്. ഇനി ഈ ലേഖനം എന്തിനു വേണ്ടി എഴുതപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ് വ്യാജ പ്രബോധകരുടെ ഭാഗത്തു നിന്ന് ആദിമ ക്രൈസ്തവ സമൂഹം നേരിട്ട ഒരു ഭീഷണിയെ ചെറുക്കുന്നതിനായിട്ടാണ് ഈ ലേഖനം എഴുതുന്നതെന്ന് ഗ്രന്ഥകർത്താവ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തോ ഒരു വലിയ പ്രശ്നം വ്യാജപ്രബോധകരുടെ ഭാഗത്തു നിന്ന് വരുന്നു, അതിനെ നേരിടുന്നതിന് വേണ്ടി എഴുതപ്പെട്ടതാണ് നമ്മളുടെ ഈ ലേഖനം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് അറിയത്തില്ല ആരാണ് വ്യാജപ്രബോധകര്, എന്താണ് അവരുടെ തെറ്റായ പ്രബോധനങ്ങള്, ഏത് കാലത്ത് എവിടെ വെച്ചിട്ടാണ് ഈ പ്രബോധനങ്ങൾ പ്രചാരത്തിൽ വന്നത്, അങ്ങനത്തെ കാര്യത്തെക്കുറിച്ചൊന്നും നമുക്ക് വലിയ അറിവൊന്നും ഈ ഒരു ലേഖനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വ്യാഖ്യാതാക്കളുടെ ഇടയിൽ ഭിന്നമായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഗ്രീക്ക് ഭാഷയിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. പുതിയ നിയമഗ്രന്ഥങ്ങളെ തന്നെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മികവാർന്ന ഗ്രീക്ക് ഭാഷ പ്രയോഗം യൂദാസ് ലിഹായുടേതാണ്. അപ്പോൾ എന്നാ ഇത് ഈ യൂദാസ് ലിഹ ഇങ്ങനെ എഴുതാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. അത് ഒരു ചോദ്യമായിട്ട് ഇതിനകത്ത് തന്നെ ഉണ്ട്. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, യൂദാസ് ലിഹായാണെന്ന് പാരമ്പര്യം പറയുന്നു. അദ്ദേഹത്തിന് എഴുതാൻ പറ്റില്ല എന്നൊന്നുമല്ല, ഒരു സഹായിയെ വെച്ചിട്ട് എഴുതാവുന്നതേ ഉള്ളൂ, അല്ലേ?
ഇപ്പം എഴുതാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് പക്ഷെ നമുക്ക് തെളിയിക്കാൻ സാധിക്കാത്ത തരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി നമുക്കറിയാം ഇത് ആരാണെന്നുള്ള ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം നമ്മൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 13:53 നാം ഇപ്രകാരം വായിക്കുന്നു: സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവൻ ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവനകത്ത് അച്ഛന്റെ മകനല്ലേ? മറിയമല്ലേ ഇവന്റെ അമ്മ? യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവന്റെ സഹോദരൻ? അപ്പൊ ഈശോയുടെ സഹോദരന്മാരെ പറ്റിയുള്ള ഒരു വിവരണമാണിത്. ഇത് തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിൽ 6-3 നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം യാക്കോബിന്റെ സഹോദരനാണെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പൊ സഹോദരനായ യാക്കോബിന്റെ മരണശേഷ സഭയില് പ്രാബല്യം ഉണ്ടായിരുന്ന വ്യക്തിയാണ് യൂദാസ്ലീഹ എന്നാണ് കരുതപ്പെടുന്നത്. അപ്പൊ യാക്കോബ് സ്ലീഹ ജെറൂസലേമിൽ മെത്രാനായിരുന്നു അല്ലേ? അത് നമ്മൾ നേരത്തെ കണ്ടു. AD 62 അഗ്രിപ്പ രാജാവ് അദ്ദേഹത്തെ വധിച്ചു. ഈ യാക്കോബിന്റെ സഹോദരനാണ് ലേഖനകർത്താവായ യൂദാസ് എന്ന് ബൈബിൾ പണ്ഡിതന്മാർ പൊതുവെ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പൊ യാക്കോബിന്റെ മരണത്തിന് ശേഷം ആണ് യൂദാസ്ലീഹ ഈ സഭയില് പ്രബലനാകുന്നത്. അപ്പൊ സഹോദരൻ എന്നതുകൊണ്ട് അടുത്ത ബന്ധു എന്നേ അർത്ഥമാക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ യേശുക്രിസ്തുവിന്റെ ദാസൻ എന്നല്ലാതെ സ്വയം സഹോദരൻ എന്നൊക്കെ വിശേഷിപ്പിക്കാമെങ്കിൽ അദ്ദേഹം അത് ചെയ്യുന്നില്ല. അതിന്റെ കാരണം ആ ഒരു വാക്കിന് അധികാരധ്വനി ഉള്ളതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് അതൊക്കെ ഉപേക്ഷിച്ച് വിനീതമായ ഒരു സ്ഥാനം മാത്രമാണ് അവകാശപ്പെടുന്നത്. ഇനി രക്തബന്ധത്തെക്കാൾ എന്താണ് വലുത്? വിശ്വാസവും വിധേയത്വവുമാണെന്ന് നമ്മളുടെ ഈ ലേഖനം അദ്ദേഹം ആ ഒരു ഉപയോഗത്തിലൂടെ കാണിച്ചു തരുന്നുണ്ട്. ഇനി ഇതിന്റെ കാനോനികതയെ പറ്റി നമ്മൾ പറയുമ്പോൾ 2-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തില് ഗ്രീക്കിൽ പ്രസിദ്ധീകരിച്ചിട്ട് അത് ലത്തീനിലേക്ക് വിവർത്തനം ചെയ്ത ഒരു എന്താ പറയാ, ഈ വിശുദ്ധ ഗ്രന്ഥ പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. അതിന് മൊറട്ടോറിയൻ കാനൻ ശകലം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. മൊറട്ടോറിയൻ ഫ്രാഗ്മെന്റ് എന്നൊക്കെ പറയും. അപ്പൊ ഈ കൈയെഴുത്ത് പ്രതിയിൽ ഈ ലേഖനം ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ 2-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടെ തന്നെ ഇതിനൊരു ആധികാരികത ഉണ്ടായിരുന്നു, ഇത് എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതിനൊക്കെ നമുക്കൊരു പ്രൂഫാണിത്. ഇനി ഇത് വളരെ താമസിച്ച് 5-ാം നൂറ്റാണ്ടോടെയാണ് സാർവത്രിക സഭയിൽ യൂദാസ്ലീഹയുടെ ലേഖനം ബൈബിളിന്റെ ഭാഗമായിട്ട് അംഗീകരിക്കപ്പെട്ടത്. വളരെ ലേറ്റാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ക്രിസ്തീയ വിശ്വാസത്തെ ദുഷിപ്പിക്കുകയും വിശ്വാസികളെ വഴിതെറ്റിപ്പിക്കുകയും ചെയ്യുന്ന അബദ്ധ പ്രബോധനങ്ങൾ, അവരെ വിളിക്കുന്നത് ദുഷ്ട മനുഷ്യർ എന്നാണ്. അപ്പൊ അവർ ക്രിസ്തീയ സമൂഹങ്ങളിൽ ഇങ്ങനെ കയറിക്കൂടി അതുകൊണ്ടാണ് താൻ എഴുതുന്നതാണെന്നാണ് ഈ ലേഖനകർത്താവ് പറയുന്നത്. അപ്പൊ ഈ ഒരു ലേഖനത്തിന്റെ മേജർ പോർഷനും ഈ പ്രവണതകളെ തള്ളി പറയാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. AD 2-ാം നൂറ്റാണ്ടോടെ പ്രചാരത്തിൽ വന്ന ജ്ഞാനവാദത്തിന്റെ ഒരു പ്രാഗ് രൂപമായിരിക്കാം ഇവിടെ യൂദാസ്ലീഹ ശപിച്ചു തള്ളുന്ന അബദ്ധ സിദ്ധാന്തം ഒന്ന് കരുതപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ജ്ഞാനവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേകതരം ജ്ഞാനത്തിൽ കൂടിയാണ് മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നത് എന്നൊക്കെ പറയുന്ന ചിന്താരീതിയാണ് അല്ലേ. ഇവരെ തന്നെ ഒരു നിയമനിഷേധകരായിട്ടാണ് കാണുന്നത്. ആന്റിനോമിയൻസ് എന്ന് പറയും അല്ലേ. എന്ന് പറഞ്ഞാൽ നിയമത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാത്ത ഒരു കൂട്ടം ജനതയാണ്, ഒരു ചിന്താരീതിയാണ്. അപ്പൊ തങ്ങളുടെ ഇഷ്ടത്തെ നിയമമായിട്ട് കാണുന്നവരാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സകലവിധ അധാർമികതയിലും ആവേശത്തോടെ മുഴുകുന്ന ഇവർ ദൈവത്തെയും ക്രിസ്തുവിനെയും നിഷേധിക്കുകയും ദൈവദൂതന്മാരെ നിന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ആത്മീയരാണ് തങ്ങളെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ആ 2 പീറ്ററിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനോട് ബന്ധമുള്ള ഒത്തിരി പ്രയോഗങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലേ. ഒരേ സമയത്ത് ആത്മീയരാണെന്ന് നടിക്കുകയും എന്നാൽ അതേ സമയത്ത് ധാർമ്മികമായി മോശപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത രീതി, അതിനെയാണ് ഈ ഒരു ലേഖനത്തിലെ ഗ്രന്ഥകർത്താവ് തള്ളിക്കളയുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട 1-2 ആശയങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ ലേഖനം എഴുതിയിരിക്കുന്നത് അപ്പസ്തോലന്മാർ കൈമാറി തന്ന വിശ്വാസം കാത്തു സൂക്ഷിക്കാനും അവികലമായി അവതരിപ്പിക്കാനും വേണ്ടിയാണ്. രണ്ടാമത്തത്, വിശ്വാസ സത്യങ്ങൾക്ക് ധാർമ്മിക ജീവിതത്തിൽ ഉള്ളതും ഉണ്ടായിരിക്കേണ്ടതുമായ പ്രാധാന്യത്തിന് ഊന്നൽ നൽകുന്നുണ്ട്. വിശ്വാസ ജീവിതവും ധാർമ്മിക ജീവിതവും ഒരുപോലെ ഈ ഒരു ലെറ്ററിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി 3-ാമത്തെ കാര്യമാണ് അവസാനത്തിലാണ് തങ്ങൾ ജീവിക്കുന്നതെന്നും അപ്പൊ അതുകൊണ്ട് തന്നെ അധാർമികതയിൽ മുഴുകി കഴിയുന്നവരെ ശിക്ഷിപ്പാനായി കർത്താവ് വൈകാതെ വരുമെന്നുമുള്ളൊരു ബോധനം തരുന്നുണ്ട്. അപ്പൊ അന്ത്യവിധിയെ പറ്റിയുള്ള അല്ലെങ്കിൽ കർത്താവിന്റെ 2-ാം വരവിനെ പറ്റിയുള്ള ഒരു പഠനം നമുക്ക് ഈ ഒരു ലെറ്ററിൽ കാണാം.
അതുപോലെ തന്നെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് കർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്നവർക്ക് അവിടുത്തെ വലിയ കരുണയും നിത്യജീവനും ലഭിക്കുമെന്നുള്ളതാണ് മറ്റൊരു ആശയം ഇവിടെ പറയുന്നത്. ഇനി പുസ്തകത്തിന്റെ ഘടനയാണ്. പുസ്തകത്തിന്റെ ഘടന മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് എന്നാ ഉള്ളതെന്ന് പറയാം. വളരെ ചെറിയ ഒരൊറ്റ അധ്യായം മാത്രമല്ലേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. കരുണയും സമാധാനവും കൊണ്ട് ആശംസിച്ചു തുടങ്ങുവാണ് ഈ ലേഖനം. ഇത് ദൈവസ്തുതി ആലപിച്ചുകൊണ്ട് അവസാനിക്കുകയാണ്. അത് ദൈവത്തെ നിത്യം സ്തുതിക്കുക. അങ്ങനെ അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ദൈവത്തെ നിത്യം സ്തുതിക്കാനായിട്ട് ദൈവജനത്തെ പ്രാപ്തരാക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇതിന് ഉള്ളത്. ഇനി ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് എന്തുണ്ട്? വ്യാജപ്രബോധകർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ പറ്റിയുള്ള ചിന്തകളാണ് 5 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. പിന്നെ നൽകുന്ന ഉപദേശമാണ് 17 മുതൽ 23 വരെ. അതിനുശേഷം ഉപസംഹാരം ഒരു ദൈവസ്തുതിയോടുകൂടി തന്നെയാണ്. ഇതൊരു ഡോക്സോളജിയോടുകൂടി അവസാനിക്കുന്നു എന്നുള്ളത് അല്ലേ. യൂദാസ്ലിഹായുടെ ലേഖനം അവസാനിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാനും തൻ്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ നിങ്ങളെ കളങ്കരഹിതരായി സന്തോഷത്തോടെ നിർത്തുവാനുമുള്ള കഴിവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമ്മുടെ രക്ഷകനായ ഏകദൈവത്തിന് സ്തുതിയും മഹത്വവും ശക്തിയും ആധിപത്യവും സർവ്വകാലത്തിനു മുമ്പും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഒരു വലിയ പ്രാർത്ഥന അവസാനിക്കുന്ന പോലെ അല്ലെ, ഒരു ഡോക്സോളജി പോലെയാണ് നമുക്ക് യൂദാസ്ലിഹയുടെ ലേഖനം അവസാനിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഈ രണ്ടാമത്തെ പാട്ടെന്ന് പറയുന്ന എനിക്ക് ഉപദേശങ്ങൾ നൽകുകയാണ്. മൂന്നാമത് ഉപസംഹാരവും ദൈവസ്തുതിയുമാണ്. ഈ ഉപസംഹാരം തുടങ്ങുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരാൽ മുൻകൂട്ടി പറയപ്പെട്ട വചനങ്ങൾ ഓർമ്മിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ് ഓരോരുത്തരും എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് അവസാനം ഒരു ദൈവസ്തുതിയിൽ ഈ ലേഖനം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ 7 ലേഖനങ്ങളാണ് നമുക്ക് ഈ യൂണിവേഴ്സൽ ലെറ്റേഴ്സിൽ പഠിക്കാനുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള പുസ്തകമാണ്. സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു കോംപ്ലിക്കേഷനും ഒന്നും വരില്ല. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മളുടെ ക്ലാസ് ഇവിടെ നിർത്താം അല്ലേ.